ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും കർത്താവിൻ്റെ വചനം സംസാരിക്കുവാനും എനിക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ഇതിൻ്റെ ഒരു മുഖവര എന്ന വണ്ണം അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച ഗലാത്യ സഭയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ ആണ് ആ സഭ സ്ഥാപിക്കുന്ന അനുഭവങ്ങൾ. ഈ സഭയിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല അവിടെ ഇത്രമാത്രം തീവ്രമായ വാക്കുകൾ പറയുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത്. ഞാൻ ഇന്നലെ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ ആ വാക്കുകളുടെ തീവ്രത. ഞാൻ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു എന്ന് പറയുന്നു. മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു, എൻ്റെ അധ്വാനമെല്ലാം വെറുതെ ആയിപ്പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൻ്റെ 4-ാമത്തെ അധ്യായം തന്നെ 11-ാമത്തെ വാക്യത്തിൽ, I fear for you that somehow I have wasted my efforts. ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാലമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ, ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. പക്ഷെ എന്തിനും ചോദിച്ചാൽ want to survive in this world, want to have a good life, want to enjoy the comforts. ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചത് ട്രാൻസ്ഫർ ഓഫ് ഗോഡ് സംഭവിച്ചു. ഇപ്പോൾ യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് വാഗൊണ്ട് പറഞ്ഞു എന്നുള്ള സത്യമാണ്. ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചില്ല. വാല്യൂസ് മാറിയില്ല. ലൗകികമായിട്ടുള്ള ആ സകല ചിന്തകളും അതുപോലുണ്ട്. ലോകത്തിലുള്ളവർക്ക് സമ്പത്ത് വലുതാണ്, ഇതിനകത്തുള്ളവർക്കും സമ്പത്ത് വലുതാണ്. ലോകത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം വലിയ കാര്യമാണ്, നമുക്കും അതൊക്കെ വലുതാണ്. അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ആ വാക്യത്തിൽ കാണുന്ന ഒരു വാക്ക് ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു. പിന്നെയും പ്രസവവേദനപ്പെടുന്നു എന്നുള്ള പദം 19-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ആ വാക്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ആ വാക്യം വായിക്കുമ്പോൾ വളരെയധികം ചിന്തിപ്പിക്കുന്ന വാക്യം എന്ന് പറഞ്ഞാൽ, ഒരു ഗർഭഛിദ്രം നടന്നതുപോലെ വയറ്റിൽ ഉണ്ടായിരുന്ന കുഞ്ഞ് സഭ സ്ഥാപിച്ചപ്പോൾ പൗലോസ് ഓർത്തു, വാവ്, there is God's people here. ദൈവത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ഇവിടെ ഉണ്ട്. നമ്മളെ ഓരോരുത്തരെയും കണ്ട് സ്വർഗം അതാ പറഞ്ഞത്, നിങ്ങളായിരിക്കുന്ന ആ ദേശത്ത് നമ്മുടെ ചാർച്ചക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും നടുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കയറിയപ്പോ സ്വർഗം പറഞ്ഞത്, വാവ്, ഐ ഹാവ് എ വിറ്റ്നസ്, എനിക്കൊരു സാക്ഷി ഇവിടെ ഉണ്ട്. നോഹയെ പോലെ, ഉൽപ്പത്തി പുസ്തകം 6-ൽ കാണുന്ന നീതിമാനായ നോഹയെ പോലെ, എബ്രായ ലേഖനം 11-7 പറഞ്ഞത്, നോഹ തന്റെ ജീവിതം കൊണ്ട് ലോകത്തെ കുറ്റം വിധിച്ചു. അതുപോലെ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളെ, കൂടെ ജോലി ചെയ്യുന്നവരെ നേടുവാൻ വേണ്ടിയാ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ ജോയെ കൊണ്ട് പ്രയോജനം വരും എന്ന് പ്രതീക്ഷിച്ചു. ഗലാത്യ ആൾക്കാർ ഞാൻ ഓർപ്പിച്ചല്ലോ, വിഗ്രഹങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും തിരിഞ്ഞു, അത്ഭുതങ്ങൾ കണ്ടു. എവിടുണ്ട് അത്ഭുതങ്ങൾ കണ്ടെന്ന് 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതാ. വലിയ വീര്യപ്രവൃത്തി. പക്ഷെ സഭയ്ക്കകത്തോട്ട് വന്ന് ലക്ഷ്യം മാറിപ്പോയി, കാഴ്ചപ്പാട് മാറിപ്പോയി. യേശുവിനെ മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടില്ല. യേശുവിനെ ആരാധിക്കുന്നത്, നീ മാത്രം മതി, നീ മാത്രം മതി പാടുന്നുണ്ട്. പക്ഷെ ലോകമാ വേണ്ടിയത്. യേശുവാണ് എൻ്റെ സമ്പത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും. പക്ഷേ ലോകത്തിലെ സകല ആഡംബരവും അതിൻ്റെ ഭ്രമമാണ് ഉള്ളിൽ. ഉപവാസ പ്രാർത്ഥന അതിനു വേണ്ടിയാണ്. വിദ്യാഭ്യാസം മക്കൾക്ക് യോഗ്യമായി ന്യായമായി വേണം. പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് ആകാൻ വേണ്ടിയുള്ള തത്രപ്പാട്, ലോൺ എടുക്കുന്നു, EMI എടുക്കുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നു, എൻ്റെ മോനെ ഒന്ന് കൊണ്ടുപോകാമോ, എങ്ങനെങ്കിലും വിദേശത്ത് പോകണം. ഇങ്ങനെയൊക്കെ മാറിയപ്പോ പൗലോസ് പറയുക,
ഉണ്ടായ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടല്ലോ. നിങ്ങളിൽ ലോകവും തമ്മിൽ എന്ത് വ്യത്യാസം? ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു എന്ന് പറയാൻ കാര്യം, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടപ്പോൾ കുഞ്ഞ് ഉണ്ടായ ഒരമ്മയുടെ വയറ്റിൽ ഉണ്ടായ കുഞ്ഞ് ഗർഭം അലസിപ്പോയതുപോലെ ദൈവ പദ്ധതികൾ നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ ഹിതം നഷ്ടപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, ഞാൻ വിശ്വാസത്തോടെ ഒരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ ദൈവ നിയോഗിതനായി ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഒരു പോസ്റ്റ്മാൻ എന്ന വണ്ണം ദൈവത്തിൻ്റെ വചനം യാതൊരു മറയും കൂടാതെ ഇവിടെ ഉയർത്തുമ്പോൾ ഏതെങ്കിലും ദൈവിക പദ്ധതി അലസിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ഏത് വാഗ്ദത്തമാ? അമേരിക്കയിൽ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ ട്രിപ്പിന് പോകുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ടിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്, രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവപുരുഷൻ പറഞ്ഞ ദൂത്, താങ്കളുടെ കൈകൾ വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, താങ്കൾ ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടുത്തെ ഭൂതങ്ങൾ അലറിയോടും, താനിലൂടെ കുടുംബത്തിൽ അനേകർ യേശുവിനെ കാണും. ഈ കാഴ്ചപ്പാടെല്ലാം നഷ്ടപ്പെട്ട് ഒരു മച്ചിയെ പോലെ, പ്രസവിക്കാൻ കഴിയാത്തവളെ പോലെ, നോവ് കിട്ടാത്തവളെ പോലെ അന്ധമായി പോയി സ്വാർത്ഥനായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ വചനത്താൽ തിമിരങ്ങൾ മാറട്ടെ. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഹ്രസ്വ ദൃഷ്ടികൾ മാറട്ടെ, ഹൃദയ കണ്ണ് കുരുടായത് മാറട്ടെ. കണ്ണു തുറന്ന് ദൈവ പദ്ധതിയിലേക്ക് മടങ്ങി വരുന്ന 3 ദിവസമായി. ഇനിയും തുടർന്ന് അങ്ങോട്ട് അങ്ങനെ ആകട്ടെ എന്ന പ്രാർത്ഥന. പ്രിയ ദൈവമക്കളെ, ഒരു വാക്കൂടെ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് കാണിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുക. നോക്കിക്കേ, 19-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആർക്കേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ? എങ്ങനെയുള്ള ശുശ്രൂഷകർക്കേ മനസ്സിലാകത്തുള്ളൂ? ഈ ഗർഭം അലസിപ്പോയതുപോലെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന് പോയവരെ നോക്കി ഇത് പറയണമെങ്കിൽ ആർക്കേ ഒക്കത്തുള്ളെന്നറിയാം. നോക്കിയേ, 19-ാം വാക്യം തുടങ്ങുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ. മലയാള പരിഭാഷ തന്നെ വേറെ ട്രാൻസ്ലേഷനുകൾ കുഞ്ഞുങ്ങളെ എന്നുള്ളത് അവസാനമായിട്ട് വരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോൾ ന്യായമായിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ, ഞാൻ ഈ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചോദ്യം, പൗലോസേ, ഈ ഗലാത്യയിലുള്ളവർ സത്യത്തിൽ ആരുടെ കുഞ്ഞുങ്ങളാ? ഈ ലേഖനം ഒന്ന് വായിച്ചാൽ നോക്കിക്കേ, 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇവരുടെ ആരുടെ കുഞ്ഞുങ്ങളാണെന്നറിയാമോ? 3-ന്റെ-26-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ. ശ്രദ്ധിച്ചോ പദം? ദയവായി ശ്രദ്ധിക്കൂ, ഒന്ന് അണ്ടർലൈൻ ചെയ്യൂ, ഒന്ന് എഴുതി വെക്കൂ. ദൈവത്തിൻ്റെ മക്കളാണിവർ. ഈ 3-ന്റെ-26 2 വാക്യം കഴിയുമ്പോൾ 3-ന്റെ-29 വരുമ്പോൾ ഇവരാരുടെ കുഞ്ഞുങ്ങളാണെന്നറിയാമോ? ഇവരാരുടെ മക്കളാണെന്നറിയാമോ? 3-ന്റെ-29 ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും. അപ്പൊ ഗലാത്യ സഭയിലുള്ളവർ ആരുടെ മക്കളാ? ആരുടെ മക്കളാന്ന് ചോദിച്ചാൽ ഇവർ ദൈവത്തിന്റെ മക്കളാ. ആരുടെ മക്കളാന്ന് ഒന്നുകൂടെ ചോദിച്ചാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ്, അബ്രഹാമിന്റെ സന്തതിയാണ്. 3-ന്റെ-29. പക്ഷെ എന്നെ അതിശയപ്പെടുത്തി ഈ 4-ന്റെ-19 എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ കാര്യം എന്താണെന്നറിയാം? ഒരു ട്രൂ പാസ്റ്റർ, ഒരു യഥാർത്ഥ ഇടയന്റെ ചിത്രമാണ് ഞാനിവിടെ കാണുന്നത്. 3-ന്റെ-1 എന്താ വിശ്വാസികളെ അഡ്രസ് ചെയ്തത്? 3-ന്റെ-1 ഇന്ന് ആരെങ്കിലും ശുശ്രൂഷകർ, പ്രസംഗകർ, ഞാൻ പ്രസംഗത്തിന്റെ ഇടയിൽ ആരെയെങ്കിലും അങ്ങനെ അഡ്രസ് ചെയ്താൽ പറയും ആവേശമാണ്, പുള്ളിക്ക് ആവേശമാണ്, പരിജ്ഞാനമില്ല, ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ലെന്നാ തോന്നുന്നേ, പരിജ്ഞാനമില്ല, പോളിഷ്ഡ് അല്ല. 3-ന്റെ-1 ഒന്ന് നോക്കിക്കേ. 3-ന്റെ-1 ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യു ഫൂളിഷ് ഗലേഷ്യൻസ്. ഈ ഗലാത്യ ആൾക്കാരെ വിളിക്കുക 4-ാം അധ്യായം 19 എൻ്റെ കുഞ്ഞുങ്ങളെ. ഒരു ശുശ്രൂഷകൻ, ഞാൻ ഓരോ പ്രാവശ്യവും ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയാം. ഓരോ പ്രാവശ്യവും ആരെങ്കിലും വചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരു അവസരം സൂമിലൂടെയോ പാൻഡമിക്കിന് മുമ്പ് ഒരു ദേശത്ത് എന്നോ പ്രഭാഷണം നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വലിയ മെറ്റഫർ ചിന്തയാണിത്. എൻ്റെ കേൾവിക്കാരെ കുറിച്ചൊരു ഉത്തരവാദിത്വം അതുള്ളപ്പോഴേ മറച്ചു വെക്കാതെ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. കർണരസകരമായിട്ടുള്ളത് സംസാരിക്കാൻ കാര്യം കള്ള ഇടയന്മാരായിട്ടാണ്.
10-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 ആവർത്തി പറയുന്നൊരു വാക്കാണ് തീവ്സ്, തീവ്സ്, തീവ്സ്. വിശ്വാസികളെ അടുത്തറിയാതെ, യഥാർത്ഥ വാതിലുള്ളിലൂടെ പ്രവേശിക്കാതെ അവരെ ഫീഡ് ചെയ്യുകയോ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ അവർക്കുള്ള സൗണ്ട് ഡോക്ട്രിൻ, അവരുടെ ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്ന സന്ദേശങ്ങൾ പറയാതെ, ഫീഡ് ചെയ്യാതെ സ്വയവേ ഫീഡ് ചെയ്യുന്ന, യെഹെസ്കേൽ 34 ഭാഷയിൽ പറഞ്ഞാൽ ഇടയന്റെ ബെനിഫിറ്റിന് വേണ്ടി ആടിനെ ഉപയോഗിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10 യേശു 3 പ്രാവശ്യം പറയുന്നു കളയിടേൻ, കളയിടേൻ, കളയിടേൻ. എന്നിട്ട് ഏറ്റവും ചിന്തിപ്പിക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 12 വരുമ്പോൾ ഈ ആദ്യത്തെ കള്ളനായി വെളിപ്പെടുന്ന ആരാന്നറിയാം? യോഹന്നാന്റെ സുവിശേഷം 12 ഒരു നിമിഷം അത് നോക്കണം. ഇറ്റ് ഈസ് വർത്ത് നോട്ടിങ്. എല്ലാവരും നോക്കണമേ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കൂ. But one of his disciples, Judas Iscariot, who was later to betray him, objected. എന്നിട്ട് 6-ാമത്തെ വാക്യം, he did not say this because he cared for the poor. പാവപ്പെട്ടവരെ ഹൃദയത്തിൽ നിന്നും സ്നേഹിച്ചിട്ടോ കരുതിയിട്ടോ അല്ല പറഞ്ഞത്, ഇത് വെറും ചെലവാണെന്ന് സുവിശേഷകൻ നോട്ട് ചെയ്യുക. ബിക്കോസ് ഹി വാസ് എ തീഫ്, കള്ളനായിരുന്നു. യൂദസ് തെരഞ്ഞെടുത്തതാണ്, യേശു തെരഞ്ഞെടുത്തതാ. 12 പേരിൽ ഒരുവനായിരുന്നു. 10-ാം അധ്യായത്തിൽ പറഞ്ഞതാ കള്ള ഇടയന്മാരുണ്ട്. ഒരധ്യായം കഴിഞ്ഞപ്പോൾ കള്ള ഇടയൻ ഇതിനകത്തും തന്നെ വെളിപ്പെട്ടു. ഫീഡ് ചെയ്യുകയല്ല, സ്വയവേ ഫെഡ് ആകുക. എന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും? അങ്ങനെ ശുശ്രൂഷിക്കുമ്പോഴാ ഈ പറയുന്ന പോലെ പൗലോസിനെ പോലെ പറയാനൊക്കാത്ത, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിക്കുന്നതിലുള്ള ഞാൻ വിളിച്ചു, ഞാൻ ചെന്നപ്പോ പൊളിച്ചു, ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. അവരുടെ ആത്മീക ആരോഗ്യം ലക്ഷ്യമാക്കുന്നു, അവരുടെ ആത്മീക വളർച്ചയിൽ സന്തോഷിക്കുന്നു. ഞാൻ അതാണ് ഈ വാക്യത്തിൽ കാണുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാ, പക്ഷെ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളാണ്. ഞാൻ പ്രസവ വേദനപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ യാതൊരു സമ്പത്തും, എഫേസസ് പട്ടണത്തിൽ നിന്ന് പൗലോസ് വിടുമ്പോൾ പറയുന്ന വാക്യം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ, നിങ്ങളുടെ ആരുടെയും സമ്പത്ത് ഞാൻ ചോദിച്ചിട്ടില്ല എന്നല്ല പറയുന്നു. പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ മോഹിച്ചിട്ടില്ല. ശുശ്രൂഷിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം എൻ്റെ പോക്കറ്റിലേക്ക് വരിക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. പ്രിയ ദൈവമക്കളെ, നിഷ്പക്ഷമായി ചിന്തിക്കൂ. നിഷ്പക്ഷമായി, യാതൊരു പ്രജുഡിസും കൊണ്ടും ചിന്തിക്കണ്ട. ഞാൻ ഇന്നലെ ഓർപ്പിച്ച പോലെ യൂട്യൂബോ ടെലിവിഷനോ നോക്കുമ്പോൾ ഈ പ്രസവ വേദനയോട് ശുശ്രൂഷിക്കുന്ന ലോക്കൽ സഭയിലാകട്ടെ പൊതു ശുശ്രൂഷയിലാകട്ടെ അപൂർവമല്ലേ? എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പ്രസവ വേദന എടുക്കുന്നില്ല. കള്ളനായി, കൗലയിടയനായി, സ്വയലാഭത്തിനു വേണ്ടി ശുശ്രൂഷയിൽ ഇറങ്ങിയ നിമിത്തം വലിയ ലാഭം, ഒരു ബിസിനസ് മോട്ടീവിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ആ ഭാഗത്തെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ വളരെ ലജ്ജാകരമായ കാര്യങ്ങളാകുന്നു സമൂഹത്തിൽ പൊതുവെ നടക്കുന്നത്. ഉന്നത വരുമാനമുള്ള സഭകൾ കിട്ടുവാനുള്ള തത്രപ്പാട്, അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയം, സ്ഥാനങ്ങളിൽ വരുവാനുള്ള കാലുവാരൽ. ഇത് ഞാനിപ്പോൾ CPM പാർട്ടിയുടെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ ഒന്നും അല്ല കാര്യം പറയുന്നത്. ദൈവസഭകളിൽ നടക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ 4:19 കാണുന്ന ഒരു ശുശ്രൂഷകനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ മക്കളാ നിങ്ങൾ, പക്ഷെ യു ബിലോങ് ടു മീ. ഐ ആം റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. ഐ ആം ഡെഡിക്കേറ്റഡ് ടു ഫീഡ് യു. നിങ്ങളെ പോഷിപ്പിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ അധ്വാനം കഴിഞ്ഞു. ഇത് വലിയ നഷ്ടമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നും ഉണ്ട് കേട്ടോ. ആരെങ്കിലും ഈ സത്യമൊക്കെ വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞാൽ മുഖം നോക്കാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ സാധാരണ ഗതിയിലുള്ള പ്രതികരണം എന്താണെന്നറിയോ? ഇമോഷണലാ, ഭയങ്കര ഇമോഷണലാ. പൗലോസിനെ നോക്കി എന്താ പറയുന്നറിയോ?
3:1 ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ചു. 4:19 നിങ്ങളെ ഓർത്ത് പ്രസവ വേദനപ്പെടുന്നു. ചിലപ്പോൾ സഭയിൽ കുറച്ച് പേര് ഇരിക്കുകയായിരിക്കും, ഞങ്ങളെ ഓർത്തൊന്നും പ്രസവ വേദനപ്പെടണ്ട, ഞങ്ങൾക്ക് ദൈവമുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാ. ഇമോഷണൽ ആകാതെ കേട്ടോ. പൗലോസ് ഈ പറയുന്നത് സ്വന്തമായി അവര് പൗലോസിനെ ഹേർട്ട് ചെയ്തിട്ടല്ല. ഇന്ന് ഞാൻ വളരെ വളരെ കണ്ടിട്ടുണ്ട്, ആൾക്കാർ പറയും ശരിക്ക് നോവിക്കപ്പെട്ടാൽ മനസ്സിൽ വരുന്നു, പറയണോ പറയണ്ടായോ എന്ന് രണ്ട് ചിന്തിക്കുന്നു. എന്നാലും പറയാം, ഇതൊരു സ്റ്റഡിയുമല്ലേ, പറയാം. ഒരു മീറ്റിങ്ങിന് വിളിച്ച് ഉദ്ദേശിച്ചതുപോലെയുള്ള ഓഫറിങ് കിട്ടിയില്ലെങ്കിൽ, ഓഫറിങ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവർ തന്നെയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചിലർ വിളിക്കുമ്പോൾ എന്താണെന്നറിയാം അവർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് അനുഭവം ഉണ്ടായി. എന്നെ ഒരാള് വിളിച്ചു, ഒരു ക്ലാസ് എടുക്കുവാൻ വേണ്ടി വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന ദിവസം എനിക്ക് അസൗകര്യമുണ്ട്, വേറെ 1-2 മീറ്റിംഗ് ഉണ്ട്, വേറൊരു സമയം നമുക്ക് പ്ലാൻ ചെയ്യാം. ഉടൻ എന്തുവാണെന്നറിയാമോ അടുത്തത് ചോദിച്ചേ, പാസ്റ്റർ ഗൂഗിൾ പേ ഉപയോഗിക്കുവാന്ന്. ഞാൻ കുറച്ചങ്ങ് ശാന്തമായിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരാ, ഞാൻ നോ പറഞ്ഞത് അദ്ദേഹം ചിന്തിച്ചത് അവസാനം താങ്ക് യു മാത്രമേ കാണത്തുള്ളെന്ന് പറഞ്ഞ് ഉഴപ്പിയതാണെന്നാ ചിന്തിച്ചേ. അടുത്തത് എന്നോട് ചോദിക്കുക ഗൂഗിൾ പേ ഉണ്ടോ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു വളരെ സങ്കടകരം. അങ്ങനെ ഒരു ചോദ്യം ശുശ്രൂഷയ്ക്ക് ഒരിടത്ത് എനിക്ക് ഇപ്പൊ വരാൻ ഒക്കത്തില്ലെന്ന് പറയുമ്പോൾ അടുത്ത പറയുന്നത് പൈസ തരാം, ബാ, ഗൂഗിൾ പേ ഉണ്ടോ, ഫോൺ പേ ഉണ്ടോ? ഇങ്ങനെ ഒരു കൂട്ടർ അങ്ങോട്ട് ആദ്യമേ ചോദിക്കുക, ഇത് ഇങ്ങനെ വെറുതെ നടത്തിപ്പോകുന്നതാണോ അതോ കാര്യമായി ഉള്ളതാണോ? എന്താ കാര്യമായി ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ 3 ദിവസം മാറ്റിവെക്കാം, അല്ലെങ്കിൽ ഞാൻ വരാം, എനിക്ക് വല്ലതും കിട്ടുമോ? ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ചിലപ്പോൾ വരും. അത് ഇപ്പൊ അങ്ങോട്ട് പോകാനൊക്കത്തില്ല. യെരമ്യാവിലോ അല്ലെങ്കിൽ വിലാപങ്ങളുടെ പുസ്തകത്തിലോ ഒന്നും പോകാനൊക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ വായിലോട്ട് കൊടുത്തില്ലെങ്കിൽ അവർ ന്യായവിധിയുടെ ദൂത് വിളിച്ചു പറയും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൂഢന്മാരെ, ഭോഷന്മാരെ. പൗലോസ് ഹേർട്ടല്ല, പേഴ്സണലി ഹേർട്ടല്ല. എങ്ങനെ അറിയാം? 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നോക്കൂ. എന്താ ഈ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്? എന്താ ഈ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിക്കുന്നത്? പാസ്റ്ററെ അവര് നോവിച്ചതാണോ? ഇല്ല, പാസ്റ്ററെ ആരും നോവിച്ചിട്ടില്ല. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട്, അടുത്ത വാക്കെന്താ? നിങ്ങൾ എന്നോട് ഒരന്യായവും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഇമോഷനാണോ? ഇത് പ്രതീക്ഷിച്ചത് കിട്ടാഞ്ഞതിൻ്റെ ആണോ? ഇത് സഭയിൽ ആരെങ്കിലും കുത്തുവാക്ക് പറഞ്ഞതിൻ്റെയോ പരദൂഷണം പറഞ്ഞതിൻ്റെയോ അടുത്ത ഞായറാഴ്ച കുത്തുന്നതാണോ? അല്ല, ഇതൊന്നും അല്ല. ആത്മീക നിലവാരം കണ്ടിട്ട് സഭാഹോളുണ്ട്, വെള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട്, തീ കത്തിക്ക പാടുന്നുണ്ട്, ഓഫറിങ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, ടൈത്ത് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രസവിച്ച ആള് പറയുക നോ, കുഞ്ഞുപോയി, എനിക്ക് പ്രസവ വേദനപ്പെടുന്നു. നിങ്ങൾ ഇതിനല്ല ഇറങ്ങിയത്. നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ആകാനല്ല ഇറങ്ങിയത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഇറങ്ങിയത് ലോക മനുഷ്യരെ പോലെ ജീവിക്കുവാനല്ല. നമ്മൾ ഇറങ്ങി തിരിച്ചത് മരുഭൂമി യാത്രയിലേക്കാണ്. ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായി, ഈ ലോകത്തിൽ ദൈവപ്രസാദവും, നോഹയുടെ കാര്യം പറഞ്ഞല്ലോ മുമ്പേ, അത് ഒന്നുകൂടെ പറയട്ടെ, ഭക്തി പൂണ്ട് എന്നൊരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11:7 കാണാത്ത കാര്യങ്ങളെ കുറിച്ച് താൻ കേട്ടപ്പോൾ അത് വിശ്വസിച്ച് ഭക്തി പൂണ്ട്. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇൻ ഹോളി ഫിയർ എന്നൊരു പദം. നിങ്ങളുടെ കുടുംബത്തിൽ ആ ഹോളി ഫിയർ ഉണ്ടോ? ഭക്തി പൂണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ ഓർക്ക, ഈ ഹോളി ഫിയർ എന്ന് ചിന്തിക്കുമ്പോൾ ഹോളി ബൈബിളിനെ കുറിച്ച് നമുക്കറിയാം, ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമുക്കറിയാം, ഹോളി നേഷനെ കുറിച്ച് നമുക്കറിയാം, ഹോളി ഫിയറിനെ കുറിച്ച് അറിയാമോ? കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാത്ത ഏതെങ്കിലും കുടുംബം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു അലസിപ്പോക്കലല്ലേ വാസ്തവത്തിൽ. മറ്റുള്ളവരുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ആര് മറ്റുള്ളവർ?
ഈ നമ്മൾ പറയുന്നത് പോലുള്ള വലിയ ആത്മീക നിലവാരമോ മുഴുകൽ സ്നാനമോ അന്യഭാഷയോ ഇല്ലാത്തവര് ഒരുമിച്ചിരുന്ന് ബൈബിളും വെച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷേ കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതെ ആയിപ്പോയത് ആരാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വിശ്വസിച്ചാ സ്നാനപ്പെട്ടത്, ഞങ്ങൾ അന്യഭാഷ പറയും, പക്ഷെ കുടുംബ പ്രാർത്ഥന ഇല്ല. മക്കൾ എന്തിയെ? അവർ വിശ്വാസത്തിലാണോ? അത് പ്രാർത്ഥനാ വിഷയമാ പാസ്റ്റർ, അങ്ങനെ ആയിപ്പോയി, എന്തോ ചെയ്യാനാ? എന്ത് സംഭവിച്ചു? ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ലുക്ക് അറ്റ് യുവർ ഓൺ ഫാമിലി. നമ്മുടെ കുടുംബത്തെ നോക്കൂ. മക്കൾ ദൈവ വഴിയിലാണോ? മക്കളുടെ ആത്മീക നിലവാരം എങ്ങനെയുണ്ട്? അവരുടെ ഫോൺ ഉപയോഗം എങ്ങനെയുണ്ട്? അവർ റിലേഷൻഷിപ്പിൽ പോയി ലൗകികരായി മാറിയോ, അതോ അവർ ആത്മീകരായി നിലനിൽക്കുന്നുവോ? വിശുദ്ധിയുടെ അതിർവരമ്പുകൾ അവർ പൊട്ടിച്ചവരാണോ, അതോ വിശുദ്ധിയുടെ അതിർവരമ്പുകൾ നല്ലവണ്ണം വിവേചിച്ചറിയുവാൻ ദൈവകൃപയുള്ളവരാണോ തലമുറ? പൗലോസിനെ പോലെ ഒരാള് സഭയ്ക്കകത്ത് ക്രൗഡ് കാണിക്കുമ്പം ഗ്ലോറി ഗ്ലോറി എഴുതി വെച്ചേര്, ഫൗണ്ടിങ് പാസ്റ്റർ ഞാനാ എന്ന് പറയുന്ന ആളല്ല. പൗലോസ് പറഞ്ഞു, ഇതെല്ലാം വെറുതെ ആയിപ്പോയി, ഈ ഹോള് കെട്ടിയത് വെറുതെ ആയിപ്പോയി, നിങ്ങളെല്ലാം കൂടെ സ്നാനപ്പെട്ടത് വെറുതെ ആയിപ്പോയി. നിങ്ങളെ ഓർത്ത് പിന്നെയും പ്രസവ വേദനപ്പെടുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എതിരായി നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചോ വേദനിപ്പിച്ചിട്ടോ ഒന്നുമില്ല. ഞാനിത് പറയുന്നത് ആത്മീക നിലവാരം കണ്ടിട്ടാണ്. എന്താ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്താ? ഇന്നലെ നമ്മള് 1-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചു. അവിടേക്ക് വരിക. നോക്കിയേ, 2 പ്രാവശ്യം ഒരു പദം ഈ ലേഖനത്തിൽ കാണാം. ആ പദം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതൊക്കുമെങ്കിൽ ഒന്ന് കുറിച്ചു വെക്കണം. ആ പദമാണ് ഈ സഭയിലെ വിഷയം. ഇന്നത്തെ ആത്മീകരുടെ ഇടയിലും വിഷയം ഈ പദമാണ്. ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഈ പദം നമുക്ക് മനസ്സിലാകണം. അപ്പോഴേ ഉള്ളൂ, ഐ റിയലി വാണ്ട് ടു നോ അബൌട്ട് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്. കാരണം ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ആദ്യമായി ഈ പദം കാണാം. എല്ലാവരും നോക്കൂ. 1-ന്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല എന്ന് പറഞ്ഞാൽ 6-ാമത്തെ വാക്യത്തിലുണ്ട്, നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നു എന്നൊരു പദമുണ്ട്. എന്നിട്ട് പറയുക, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ, ഏതാണെന്നറിയാമോ വാക്ക്? നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യമുള്ള വാക്ക് അടുത്ത പദമാണ്. ചിലർ നിങ്ങളെ എന്തു ചെയ്തു? കലക്കി. ആ പദം നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് കൺഫ്യൂസ്ഡ് എന്നൊരു പദമാണ്. 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ evidently some people are throwing you into confusion. ഈ കലക്കി എന്ന് പറയുമ്പം മലയാള പദത്തിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്, ചിലരെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ, പുള്ളി ഭയങ്കര കലക്കൻ ടീമാണ്. ചിലരെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത്, ഒരാളോട് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരെല്ലാം പറയും പോയി അടുത്ത പ്രശ്നം അവിടെ ഉണ്ടാവും. ചിലരെ വിളിക്കുന്നത് തന്നെ കലക്കനാ. പുള്ളി സഭയിൽ വന്നാൽ പ്രശ്നമാണ്. സഭയിൽ വന്നാൽ ചുമ്മാ ഫോൺ ചെയ്ത് ആൾക്കാരോട് പറയും, ഇന്നത്തെ ആ പ്രസംഗം പറഞ്ഞത് നമ്മളെ ഉദ്ദേശിച്ചായിരിക്കും അല്ലേ. കലക്കൻ, ഗോസിപ്പ് പറയുന്നയാൾ. ഒരുപാട് ഫ്രീ ടൈം ഉള്ളപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തപ്പം കുറ്റം പറച്ചിൽ, ഗ്യാങ് പിടുത്തം, കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ദൈവസഭയിൽ ഇത് വേറെ എങ്ങുമല്ല, ദൈവസഭകളിൽ കാണുന്നതാണ് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അങ്ങനെ എത്രയോ സഭകൾ ചിഹ്ന ഭിന്നമായിട്ടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന ഞങ്ങളുടെ ലോക്കൽ സഭ ഉൾപ്പെടെ ചിഹ്ന ഭിന്നമാക്കി കളഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ കലക്കം. ആത്മീയതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ആത്മീയതയാ. കർത്തൃമേശമെല്ലാം ഒരാഴ്ചയിൽ നിന്ന് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാസ്റ്റർക്ക് ശുശ്രൂഷിക്കാനൊക്കത്തില്ല. പാസ്റ്ററെ, 37 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1-ാം ഞായറാഴ്ച നടക്കാഞ്ഞത്. തുടങ്ങി പ്രശ്നമായി. പക്ഷെ കലക്കരെന്ന് പറഞ്ഞാൽ ഒരു സജഷൻ പറഞ്ഞിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന 3 ദിവസം വേണോ 7 ദിവസം വേണോ? ഈ പ്രിയ അച്ചാൻ പറയുന്നു 3 ദിവസം മതി. പക്ഷെ എല്ലാവർക്കും ബോധ്യമായി 7 ദിവസം ആകട്ടെ. അവസാനം ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാ, എന്നാൽ ഞാനില്ല, നിങ്ങളങ്ങ് ഉപവസിച്ചോ.
വീട്ടിൽ ചെന്നിട്ട് അടുത്ത രണ്ടുപേരെയും കൂടെ വിളിക്കുക, പോകുന്നുണ്ടോ, നമുക്കെല്ലാം കൂടി ഇവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാലോ. ഇതാ കലക്കം എന്ന് പറഞ്ഞാൽ, സ്റ്റഡി ആയേണ്ട ഉദാഹരണം പറഞ്ഞ് കലക്കൻ. ഇവിടെ അതല്ല പ്രശ്നം, ഗലാത്യ സഭ അതല്ല പ്രശ്നം. ഇവരെ ആരെയും കലക്കി എന്ന് പറഞ്ഞാൽ ഇവരെ ഭിന്നിപ്പിച്ചു എന്നുള്ളതല്ല പറയുന്നത്. എന്താ ഇവിടുത്തെ കലക്കം എന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ പദം 2 പ്രാവശ്യം ഈ ലേഖനത്തിൽ വന്നു. അത് പ്രധാനമാണ്, കാരണം പൗലോസിന്റെ മനസ്സിൽ ആ പദം ഇരിക്കുകയാ. ഗലേഷ്യൻ പീപ്പിൾ, യുവർ റിയൽ പ്രോബ്ലം ഈസ് യു ആർ കൺഫ്യൂസ്ഡ്. നിങ്ങൾ അഴുക്ക് ജനമൊന്നുമല്ല, നിങ്ങൾ നല്ല ജനമാണ്. 4-ാം അധ്യായം 13-14 വാക്യത്തിൽ നോക്കിയാ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്ക വന്നപ്പോ നിങ്ങൾ എന്നെ ഒരു ദൂതനെ പോലെയാ സ്വീകരിച്ചത്. യു ആർ വെരി ഗുഡ് പീപ്പിൾ. പൗലോസിനെ ഒരു ദൂതനെ പോലെ സ്വീകരിച്ചവർ, ആത്മനിറവ് കിട്ടിയവർ, വിഗ്രഹങ്ങളെ വലിച്ചെറിഞ്ഞവർ, കൺഫ്യൂസ്ഡ് ആയിപ്പോയി, കലക്കി. ഈ ലേഖനത്തിന്റെ അവസാനം നോക്കൂ, 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, 5:10 എല്ലാവരും നോക്കണമേ. 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലും അതേ പദം നമ്മൾ കാണുന്നു. നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടായിട്ടല്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ, അടുത്ത വാക്ക് നോക്കിക്കേ, എന്നാൽ നിങ്ങളെ കലക്കുന്നവനാരായാലും. പ്രിയ ദൈവമക്കളെ, ഈ കലക്കുക എന്ന് പറഞ്ഞാൽ ഗലാത്യ ലേഖനത്തിൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? എന്തുവാ കലക്കമെന്നറിയാമോ? പേഴ്സണൽ കാര്യങ്ങളോ ഗ്യാങ് പിടുത്തോ ഒന്നുമല്ല. ഇവിടുത്തെ കാര്യം വചനം കലക്കി. അയ്യോ, മനസ്സിലാവുന്നില്ല. വചനം കലക്കുവാന്നോ? വചനം അതെങ്ങനെ വചനം കലക്കുന്നേ? പറഞ്ഞു തരാം, ശ്രദ്ധിക്കണം. അതിനായി സ്റ്റഡി, ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ് എന്ന തലക്കെട്ടിൽ നടക്കുന്ന സ്റ്റഡി കലക്കം വല്ലം വന്നിട്ടുണ്ടെ തിരിച്ചറിയാൻ വേണ്ടിയാ. കലക്കാൻ ഉപയോഗിച്ച മീഡിയം എന്താണെന്നറിയാമോ? ഗലാത്യ ആൾക്കാർ കലങ്ങിപ്പോയത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയെന്ന് ചോദിച്ചാൽ വചനത്തിന്റെ തെരഞ്ഞെടുത്തുള്ള വ്യാഖ്യാനങ്ങൾ. ഇന്നലെ ഞാൻ കുറെ ഉദാഹരണം പറഞ്ഞായിരുന്നു, കൊരിന്ത്യ ലേഖനത്തിൽ നിന്നും പത്രോസിന്റെ ലേഖനത്തിൽ നിന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ അടുത്ത പടിയിലേക്കൊന്ന് ചിന്തിക്കണം. അപ്പോൾ അത് ദഹിക്കുവാനായി സമയമെടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെ ആണെങ്കിൽ അതിലേക്ക് വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. എൻ്റെ കുറെ സജഷനാ പറയുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാ കാര്യം, ഞാൻ പഠിച്ചു ഇങ്ങനെയാ കാര്യം, എൻ്റെ പഠനമോ എൻ്റെ ചിന്തയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങ് ചെവി ഇങ്ങനെ വെച്ചേരെ, കേൾക്കണ്ട. ദൈവവചനത്തിൽ നിന്ന് ഒരു ഇഞ്ചെങ്കിലും മാറി ഒരു സജഷൻ ഞാൻ പറഞ്ഞാൽ കേൾക്കരുതേ. ദൈവവചനത്തിന്റെ സത്യങ്ങളാകുന്നു പറയുന്നതെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അതിന് വിധേയപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ വിഷമിക്കേണ്ട വരും. ശുശ്രൂഷകൻ വിഷമിക്കാൻ കാര്യം, ഇവരാരും ബൈബിൾ എടുത്ത് എറിഞ്ഞൊന്നുമില്ല, ഇവരാരും സഭ വിട്ടു പോയില്ല. കലക്കമെന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷയുടെ ഫോക്കസ് മാറി. വചനമാ പറയുന്നത്, പക്ഷേ കൂട്ടി കലർത്തി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. മുമ്പോട്ട് പോകുമ്പോ ഈ കലക്കത്തെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം 4:17 വായിക്കാതെ ഇരിക്കാൻ ഒക്കുന്നില്ല. ഈ കലക്കക്കാരെന്തിനാന്നറിയാമോ? ഈ വചനം വെച്ച് കലക്കുന്ന എന്താന്നുള്ളത് വ്യക്തമായി നമുക്കിന്ന് ചിന്തിക്കണം. പക്ഷേ ഈ കലക്കർ ഇന്നും ഉള്ളത് കൊണ്ട് ഈ കലക്കർ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന്, ഈ ഇങ്ങനെയുള്ള വചനം എന്തിനാ ഈ കലക്കുന്നതെന്ന് ഒരു സാമ്പിള് പറയാം. 4:17 വാക്യം നോക്കൂ. 4-ാം അധ്യായം 17 വാക്യം. അവർ നിങ്ങളെക്കുറിച്ച്, ആരായി അവർ? അവരായി കലക്കുന്നവർ. ഏത് കലക്കുന്നവർ? 1:7-5-10 കലക്കി. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഭയങ്കര എരിവാ. ഈ കലക്കുന്നവർക്ക്, ആ വചന ശുശ്രൂഷയ്ക്ക് എരിവാ, ഭയങ്കര സീലാണ്. നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന്. ആ വാക്ക് ശ്രദ്ധിച്ചോ? എന്താ ഇവിടുത്തെ പ്രശ്നം? കലക്കം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഒന്നുകൂടെ നോക്കിയേ ആ വാക്യം, എല്ലാവരും നോക്കണമേ.
അതിനകത്തൊരു വലിയ സത്യം അടങ്ങിയിട്ടുണ്ട്. ഞാൻ വായിക്കാൻ പോകുക 4:17. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. ഗുണത്തിനായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീക വർധനവിനൊന്നുമല്ല. നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത്. എന്തിനാണെന്നറിയാമോ ഈ കലക്കം ഉണ്ടാക്കുന്നത്? ദേ വാണ്ട് പേഴ്സണൽ ഗെയിൻ. ഈ പറയുന്ന ആൾക്ക് വ്യക്തിപരമായ ലാഭം വേണം. കുറച്ചുകൂടെ പറഞ്ഞാൽ, ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, അവരെ കുറിച്ച് നിങ്ങൾക്ക് എരിവ് തോന്നണം. അവരെ കുറിച്ച് നിങ്ങൾക്ക് എരിവ്. തുറന്നു പറയാം, എന്താണെന്നറിയാമോ ഇതിന്റെ അർത്ഥം? വ്യക്തികൾ എലിവേറ്റഡ് ആകുന്നു. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? പ്രസംഗകർ. ചില പ്രസംഗകർ അങ്ങ് എലിവേറ്റഡ് ആകുന്നു ചില കുടുംബങ്ങളിൽ. അവരുടെ പ്രസംഗം കേട്ടാലേ ഉറക്കം വരത്തുള്ളൂ. അദ്ദേഹം വല്ലതും വരുന്നുണ്ടോ ഇന്ത്യയിലേക്ക്? നമുക്ക് എവിടാണെങ്കിലും പോണം. നമുക്ക് എവിടാണെങ്കിലും പോയി എത്ര ചെലവഴിച്ചാലും പെട്രോൾ അടിച്ചാലും പോണം. അദ്ദേഹം മുംബൈയിലുണ്ടോ? എന്നാ അങ്ങോട്ട് പോവാം. അദ്ദേഹം അടുത്ത ദിവസം പൂനെയിലാണോ? എന്നാ നമുക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകാം. വ്യക്തികളിലേക്ക് അങ്ങോട്ട് പോവുക. അതിന് പേരുകേട്ട ഒരു കാലഘട്ടമാണിത്. വ്യക്തികൾ എലിവേറ്റഡ് ആകുന്നു. പൗലോസ് പറയുക, ഈ കലക്കക്കാര് കലക്കാൻ കാര്യം നിങ്ങൾക്ക് അവരോട് എരിവ് തോന്നണം. അവരുടെ കലണ്ടറും തൂക്കിയിട്ട് അവരുടെ ബുക്ക് മാർക്ക് ബൈബിളിന് തുല്യമായി വെച്ച് സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുന്ന ആരും ഇപ്പൊ വിഷയമല്ല. അവര് വചനമല്ലേ പറയുന്നത്, അവര് വചനമാണ് പറയുന്നത്. പക്ഷേ ഈ ഇരിപ്പ് കണ്ടാൽ തന്നെ എങ്ങനെയാണെന്നറിയാം, ഞങ്ങള് ഹെവി ഡോസൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ഏകതില്ല. ഏത് ലോക്കൽ സഭയിലെ ശുശ്രൂഷ, ആ പുള്ളി വരണം. അടുത്ത 7 ദിവസത്തെ ഒരു ദിവസം ഒന്ന് വിളിക്കാമോ പാസ്റ്ററെ? അദ്ദേഹത്തെ പോലെ ഞാനാരെയും കണ്ടിട്ടില്ല. ഇങ്ങനെ അങ്ങ് ഫോളോ ചെയ്യുക. എരിവ് ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി. ഒരു കാര്യം ഞാൻ കാണിക്കട്ടെ. സത്യ ശുശ്രൂഷകന്റെ മനോഭാവം എന്താണെന്നറിയാം? ദൈവ പുരുഷന്റെ മനോഭാവം കാണണമെങ്കിൽ 1-ാം അധ്യായത്തിൽ വരണം. 1-ാം അധ്യായത്തിൽ അതിന്റെ 8-ാമത്തെ വാക്യം നോക്കിയേ. ഒരു ശരിക്കുമുള്ള ദൈവമനുഷ്യനെ നിങ്ങൾക്ക് അവിടെ കാണാം. 1:8 പൗലോസ് പറയുന്ന വാക്കുകൾ നോക്കൂ. തൻ്റെ പിറകെ എരിവ് വിരിക്കാൻ വരാനല്ല പറയുന്നത്. 8 നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി കലക്കുന്നത് എന്നാണ് അതിന്റെ വേറൊരു പദം. നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, പൗലോസ് ആകട്ടെ, ബർന്നബാസ് ആകട്ടെ, തിമത്യോസ് ആകട്ടെ, അപ്പോസ്തോലിക് കമ്പനിയിലുള്ള ആരുമാകട്ടെ, ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ. ഒരുപക്ഷെ ആ ദൂതൻ എന്നുള്ള പദം ഉപയോഗിക്കാൻ കാര്യം ഇവര് പൗലോസിനെ സ്വീകരിച്ചത് ദൂതനെ പോലെയാ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ 4-ാം അധ്യായത്തിൽ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതിനെക്കാട്ടിൽ കൂടുതൽ ഒരു വാക്ക് അവിടെ ഇല്ല, കിട്ടാൻ, ഉപയോഗിക്കാനില്ല. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായോ? വചനം ശുശ്രൂഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. ചോദ്യം എന്നിലേക്ക് ആകർഷിക്കുന്നുണ്ടോ, എൻ്റെ ലാഭത്തിന് വേണ്ടി ഞാൻ കലക്കുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. അല്ലാതെ വിവേചനമില്ലാത്തവർക്ക് എല്ലാം ശുശ്രൂഷകരായി തോന്നും, എല്ലാത്തിലും അങ്ങ് കൈയടിക്കും. പക്ഷെ ഇന്നത്തെ ചോദ്യം ഇതാ, ഒരു വ്യക്തിയിലേക്കാണ് ആകർഷിക്കപ്പെടുന്നതെങ്കിൽ അതിനെന്തോ കുഴപ്പമുണ്ട്. യേശുവിൻ്റെ ശ്രദ്ധ, യേശുവിനോട് തോന്നേണ്ട എരിവ് ഒരു വ്യക്തിയിലേക്ക് വരാൻ കാരണം എന്തായിരിക്കും? കാരണം അങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. കലക്കം എന്ന് പറഞ്ഞാൽ അതാ, കലക്കി അവരെ വ്യക്തിയിലേക്ക് കൊണ്ടുവരിക, ഒരു വ്യക്തിയിലേക്ക്. പൗലോസ് പറയാ, ഞങ്ങൾക്ക് ആ ബിസിനസ് ഇല്ല, ഞങ്ങൾ വചനത്തിന്റെ കീഴില, ഞങ്ങളുടെ പുറകെ ഗ്യാങ് പിടിച്ചോണ്ട് വരണ്ട, ഞങ്ങളേക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ വേറൊരു സുവിശേഷം അറിയിച്ചാൽ ഞങ്ങൾ ശപിക്കപ്പെട്ടവർ. ഇത് പൗലോസ് ഇവിടെ മാത്രമല്ല, ഈ
തന്നിലേക്ക് വരുന്ന ശ്രദ്ധയെ വഴിതിരിച്ചു വിടുന്നത് ഇവിടെ മാത്രമല്ല. വചന പാണ്ഡിത്യമുള്ളവർ, പരിജ്ഞാനമുള്ളവർക്ക് വേഗത്തിൽ ഓർമ്മ വരുന്ന ലേഖനമല്ലേ കൊരിന്ത് ലേഖനം. കൊരിന്ത് ലേഖനവും ഇതുപോലെ സഭ സ്ഥാപിച്ചതാ. സഭ സ്ഥാപിച്ച് അങ്ങോട്ട് തിരിഞ്ഞു. ഇപ്പൊ അതിനകത്ത് ആരാന്ന് ചോദിച്ചാൽ പൗലോസ് പറയുക, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല. 1 കൊരിന്ത്യർ 3:1, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട്, ക്രിസ്തുവിൽ ശിശുക്കളായവരോട്. അവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? സഭയ്ക്കകത്ത് 4 ഗ്രൂപ്പാ. ഏതാ ഗ്രൂപ്പ്? പൗലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം. 4ാമത്തെ കൂട്ടരാണ് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നത്, യേശുവിന്റെ കൂട്ടം. കാരണം അവരാരുടെ ആത്മീയത അംഗീകരിക്കത്തില്ല, നേരിട്ട് ബന്ധമാണ്. അവരോട് പൗലോസ് പറയുന്നത് എന്താ? അവിടെയും പറയുന്നത് ഞാൻ ആർ, അപ്പൊല്ലോസ് ആർ, ഞാൻ ആർ. കാലഘട്ടത്തിൽ നിങ്ങളെ ശുശ്രൂഷിച്ചവർ മാത്രമാ. ഞാൻ വീട് പണിയുമ്പം എന്റെ കാര്യത്തിന് വേണ്ടി സന്ദേശത്തെ ഒരു നിമിത്തമാക്കി എന്നിലേക്ക് ഫണ്ടുകൾ കൊണ്ടുവരുന്നത്, വിശ്വാസികളെ തന്നിലേക്ക് ആകർഷിപ്പിച്ച് നിർത്തുന്നത്, വിശ്വാസികളെ ഉപയോഗിക്കുന്നത്, ഓരോ സന്ദേശവും കച്ചവടം പോലെ ഇറക്കി മാർക്കറ്റിൽ വിട്ട് വിലപേശുന്നത്. പൗലോസ് പറയുക, ഈ കലക്കം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കർണരസകരമായി കലക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, they want benefit. 6-ാം അധ്യായം 12 നോക്കൂ. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ എരിവ് തോന്നണം. അത് മാത്രമല്ല, 6:12 പറയുക, ജഡത്തിൽ, ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. കലക്കക്കാർ എന്തിനാണെന്നറിയാമോ ഇത് ചെയ്യുന്നത്? ഇതെന്തിനാന്ന് ചോദിച്ചാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1, അവരോട് നിങ്ങൾക്ക് എരിവ് തോന്നണം, അവരിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം. സുവിശേഷവും നിർമ്മല വചനവും ഒക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അവരെക്കുറിച്ച് ആൾക്കാരോട് പറയണം, കേട്ടിട്ടുണ്ടോ പുള്ളിയുടെ വചന ശുശ്രൂഷ, കേട്ടിട്ടുണ്ടോ, വിളിക്കണേ, അടിമകളാക്കണം നിങ്ങളെ. 2 പറയുക, അവർക്ക് ക്രൂശിനെ മാറ്റണം. അതിനുവേണ്ടിയാ ഈ കലക്കം. എന്തിനാണെന്നറിയാമോ ഈ കലക്കം? എന്തിനാന്ന് ചോദിച്ചാൽ നോക്കിയ 12, ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിനായി കലക്കുന്നേ. അപ്പൊ എന്തോ ഈ കലക്കം? യഥാർത്ഥത്തിൽ കലക്കം എന്താന്ന് ചോദിച്ചാൽ, പ്രസംഗത്തിൽ ക്രൂശ് ഇല്ല, അതാ കലക്കം. വ്യക്തമാക്കി പറയാം, ക്രൂശ് പ്രസംഗത്തിൽ ഇല്ല. കലക്കം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ പറ്റി പറയും, പക്ഷേ ക്രോസ് അല്ല, ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്റർ അർത്ഥമാക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ക്രൂശിൽ യേശു വെച്ച മാതൃക പോലെ ജീവിക്കണം. അത് സന്ദേശത്തിലേ ഇല്ല. ക്രൂശിനെ കുറിച്ച് പറയും. എന്തിനാണെന്നറിയാമോ? ക്രൂശിനെ കുറിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവൻ ദരിദ്രനായി നിങ്ങളെ സമ്പന്നരാക്കുവാൻ, ഇതേ പറയുന്നുള്ളൂ. അയ്യോ, ഒരു നിമിഷം ആ വാക്യം വന്നതുകൊണ്ട് ഉദ്ദേശിച്ചതല്ല, എന്നാലും ആ വാക്യം അങ്ങ് പറഞ്ഞപ്പോ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു സംശയം കയറിയാൽ പിന്നെ അടുത്ത ശ്രദ്ധിക്കാതിരിക്കാൻ സാധ്യത ഉള്ളത് ആ വാക്യം ഒന്ന് വായിക്കുന്നത് ആവശ്യമാണ്. 2 കൊരിന്ത്യ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാകുന്നു. ക്രൂശിനെ കുറിച്ച് പറയുമോ? ക്രൂശിനെ കുറിച്ച് പറയും. എന്തിനാണെന്നറിയാമോ ക്രൂശിനെ കുറിച്ച് പറയുന്നത്? ക്രൂശിൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ എന്താ കഴിഞ്ഞു? രക്ഷണ്യ പ്രവൃത്തി അതല്ല പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, സഫറിങ് എല്ലാം കഴിഞ്ഞു, യേശു എല്ലാം എടുത്തു, ഇനി നീ അങ്ങോട്ട് എൻജോയ് ചെയ്താട്ടെ. അവൻ ദരിദ്രനായി നിങ്ങളെ സമ്പന്നനാക്കാൻ. അപ്പോൾ ഇവരെ തെറ്റു പറയാൻ നോക്കുമോ? സാധാരണ ഒരു വിശ്വാസികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുക. ഒരാള് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാമത്തെ വാക്യം ആസ്പദമാക്കി പ്രസംഗിക്കാൻ തുടങ്ങിയ, അത് വാക്യത്തിൽ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? പുസ്തകത്തിലെ വാക്യമല്ലേ ഇത്? For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake, നിങ്ങൾക്ക് വേണ്ടി
He became poor. അവൻ ദരിദ്രനായി തീർന്നു. So that through his poverty, അവന്റെ ദരിദ്രമായ അവസ്ഥയിലൂടെ you might become rich. ഈ വാക്യം വായിച്ചാൽ സാധാരണ ഒരു വ്യക്തിക്ക് എന്താ മനസ്സിലാവും? എന്തോ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, യേശു ക്രൂശിൽ ദരിദ്രനായി ഞാൻ സമ്പന്നനാകാൻ. അതാ മനസ്സിലാകുന്നത്. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ നല്ല വണ്ടി ഞാൻ വാങ്ങിക്കാൻ, സമ്പന്നൻ എന്ന് പറഞ്ഞാൽ നല്ല വീട് കെട്ടാൻ, സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഇഷ്ടം പോലെ അക്കൗണ്ട് അങ്ങ് എപ്പോഴും ഫോണിൽ ക്രെഡിറ്റഡ് ക്രെഡിറ്റഡ് ക്രെഡിറ്റഡ്. ഓരോ മെസ്സേജ് വരുമ്പോൾ വാവ്, അവൻ ദരിദ്രനായി എന്നെ സമ്പന്നനാക്കാൻ. എന്തൊരു ദുർവ്യാഖ്യാനം! ദുർവ്യാഖ്യാനം എന്നുള്ള വാക്ക് പദം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തൊരു അജ്ഞത, എന്തൊരു ലക്ഷ്യം തെറ്റിയ വായന. 2 കൊരിന്ത്യർ 8 പ്രമേയം എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ 8 പ്രമേയം എന്താ? എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പൈസ കൊടുക്കണം, അതിനെക്കുറിച്ച് പറയുക. കൊരിന്ത് ആൾക്കാർ എന്താ ചെയ്തതെന്നറിയാമോ? അവര് പറഞ്ഞു, ഞങ്ങൾ തരാം, ഞങ്ങൾ പൈസ തരാം. വാഗ്ദത്തം ചെയ്തു, പ്രോമിസ് ചെയ്തു. പക്ഷെ സമയമായപ്പോൾ അവര് പറഞ്ഞു, അതേ ഇപ്പൊ കൊറോണ ഒക്കെ അല്ലേ, അടുത്ത വർഷം നോക്കാം കേട്ടോ. പൗലോസ് പറയുക, ഹേയ്, ദരിദ്രമായിട്ടുള്ള സഭകളൊക്കെ കൊടുത്തു, നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു മറ്റുള്ളവരോട്. ഇതൊക്കെ എവിടെ ഉണ്ട് പാസ്റ്ററെ? സമയം പോലെ 2 കൊരിന്ത്യർ 8:9 ഇന്നിരുന്നൊന്ന് വായിച്ചാൽ മതി. ഇതെല്ലാം അവിടെ ഉണ്ട്. അതിന്റെ സംക്ഷിപ്തമാ പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഞാൻ എല്ലായിടവും പോയി പുകഴ്ത്തി പറഞ്ഞു, പക്ഷെ സമയമായപ്പോ നിങ്ങൾ കൊടുക്കുന്നില്ലേ. അവിടെ പറയുക, യേശു ദരിദ്രനായി നിങ്ങളെ സമ്പന്നനാക്കുവാൻ, അതുപോലെ നിങ്ങൾ ദരിദ്രരാകണം എന്ന അവിടുത്തെ പ്രമേയം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ എടുത്തത്. അവൻ ദരിദ്രനായി നിങ്ങളെ സമ്പന്നനാകാൻ, ഞാൻ സമ്പന്നനാകട്ടെ. വാസ്തവത്തിൽ പൗലോസ് അർത്ഥമാക്കിയത് എന്താ? യേശു ദരിദ്രനായതുപോലെ കൊരിന്തിലെ വിശ്വാസികളെ ആ മാതൃക ഏറ്റെടുത്ത് നിങ്ങളും കൊടുക്കുവീൻ, യേശുവിനെ പോലെ കൊടുക്കുവീൻ. 6-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായം നോക്കൂ. ആ ആശയം വ്യക്തമാകുന്നില്ലെങ്കിലേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് വ്യക്തമാകാൻ. കാരണം ഇത് കേൾക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ ഞാൻ ഓർപ്പിച്ച പോലെ സത്യമായതും മായം ചേർക്കാത്തതായതും കേൾക്കുമ്പോൾ ഇതിനെന്താ ടേസ്റ്റ് ഇല്ല, ഇത് വല്ലാതെ പോലെ തോന്നുന്നു, ഇത് പഴയത് വല്ലതും ആണോ? ആ ഒരു ചിന്തയായിപ്പം സത്യം പറയുമ്പോൾ, തുറന്നു പറയുമ്പോൾ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 6-ാമത്തെ അധ്യായം, 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പൊ എല്ലാം ക്ലിയർ ആയിക്കോളും. ഈ ദരിദ്രമായി സമ്പന്നനാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 കൊരിന്ത്യർ 6:10 പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് പറയുക കേട്ടോ. അവിടെ പറയുക, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അടുത്തതെന്തുവാ? ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ. മനസ്സിലായോ? ഒരു തത്വമാണ് അവിടെ പറയുന്നത്. യേശു ദരിദ്രനായി നിങ്ങളെ സമ്പന്നനാക്കാൻ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യണം? ഞാനും ദരിദ്രനാക്കി ആയി മറ്റുള്ളവരെ സമ്പന്നനാക്കണമെന്ന്. അത് പറയാനായി പറയുന്നത്. പിന്നെ ഞാൻ ഓർപ്പിക്കാം, വചനമല്ലെങ്കിൽ കൈക്കൊള്ളല്ലേ? ഇത് വചനമല്ലെങ്കിൽ കൈക്കൊള്ളണ്ട. വചനമാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും വചനത്തിന്റെ സത്യം അതാകുന്നു. പിന്നെ അതിലേക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ ആ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഭാഗത്തിലേക്ക് വരാം. ഇതിപ്പോ സന്ദർഭവശാൽ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു അവസ്ഥ ക്രൂശിനെ മാറ്റുന്നു, തന്നിലേക്ക് തന്നെ ആകർഷിക്കുന്ന ആൾക്കാരെ. ക്രൂശിന്റെ നിന്നയെ അകറ്റാനായി കലക്കം. എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ള പ്രസംഗം ഇപ്പൊ എന്താണെന്നറിയാമോ? ക്രൂശിൽ കണ്ട ത്യാഗത്തെക്കുറിച്ച് ഒരു സംഭവവും ഇല്ല. നമ്മൾ ദരിദ്രരാകണം ദൈവമക്കളെ. നമ്മൾ മറ്റുള്ളവരെ സമ്പന്നരാക്കണം. നമ്മുടെ ഔദാര്യമായ ദാനങ്ങളിലൂടെ അനേകർ യേശുവിന്റെ കൃപയെ ഒന്ന് രുചിച്ചറിയട്ടെ. അത് പറയത്തില്ല, കാരണം പറയാനൊക്കത്തില്ല. നാളിൽ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞ പോലെ, അപ്പോസ്തല പ്രവൃത്തികളിലെ ആ മാതൃക,
അതുപോലെ എന്താ ഇന്ന് പുതിയ നിയമം നമ്മുടെ സഭയിൽ ഇപ്പൊ കാണാത്ത എന്താ ചോദിച്ചു? ഏത് മാതൃകയുടെ കാര്യമാണ് പറയുന്നത്? അന്യഭാഷയുടെ കാര്യമാണ്? ഓ അല്ലല്ല, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് മാതൃകയാ? അല്ല, അവരൊക്കെയും അവർ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു, അവരെല്ലാം പൊതുവകയെന്നെണ്ണി. കേട്ടോണ്ടിരുന്ന ഒരാൾ പറയുക, ഇപ്പൊ അത് വെക്കാതിരിക്കാൻ കാര്യം അവിടെ വെച്ചാ പിന്നെ അത് അവിടെ കാണത്തില്ല. പത്രോസിന്റെ കാൽക്കൽ വെച്ചപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ അറിയാം ഉണ്ടായിരുന്നെന്ന്? അടുത്ത ദിവസം പറഞ്ഞത് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്നാ. ഇതൊന്നും സ്വന്തമായ ബാങ്കിലോട്ട് പോയില്ല, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയില്ല, ഫ്ലാറ്റ് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയില്ല. കാൽക്കൽ വന്ന പണം എല്ലാം അവിടെ തന്നെ ഉണ്ട്. ആരും കാണാതെ വേറെ അക്കൗണ്ട് തുടങ്ങുന്നു, അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇൻകം ടാക്സ് വെട്ടിക്കാൻ എന്തുകൊണ്ട് മാർഗം? ഇതൊക്കെയാ ചർച്ച. ആരാ ചർച്ച ചെയ്യുന്നത്? ഈ മുമ്പേ പറഞ്ഞതുപോലെ എന്നിലേക്ക് തന്നെ ശുശ്രൂഷകനാണോ ആന്നു, പക്ഷേ ഞാനാണ് എലിവേറ്റഡ്. ക്രൂശിന്റെ ത്യാഗം പറയത്തില്ല. എന്റെ മോട്ടിവേഷൻ മുഴുവൻ ലാഭം വേണം, ശുശ്രൂഷിക്കാം, എന്തോ കിട്ടും. പ്രിയ ദൈവമക്കളെ, ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്നറിയാം? അവിടാണ് നമ്മുടെ സമൂഹത്തിന്റെ അപജയം ഉണ്ടായത്. അവിടാണ് മൂല്യച്ഛത സംഭവിച്ചത്. വചനം ശുശ്രൂഷിക്കേണ്ടവർ വചനത്തിലെ ഘനമായ കാര്യം മറച്ചു വെച്ചിരിക്കുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം മറച്ചു വെച്ചു. ക്രിസ്തു 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 എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം എന്തിനെന്ന് ചോദിച്ചാൽ സ്വന്തം ലാഭത്തിന് വേണ്ടിയായി പറയുന്നു. മുമ്പേ പൗലോസ് 4-ാം അധ്യായം 12 ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചല്ലോ. പൗലോസ് ഹേർട്ട് ഒന്നും അല്ല കേട്ടോ. പൗലോസിന് ഈഗോ ക്ലാഷ് ഒന്നും അല്ല. ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയും ചിന്തിക്കാം, ആഹാ ഇതാ പൗലോസ് ചൂടാകുന്നേ, ഇതുകൊണ്ടാ പൗലോസ് പറയുന്ന ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഇപ്പൊ കാര്യം മനസ്സിലായി. പൗലോസിന്റെ പ്രസംഗവേദിയിൽ കയറി വേറെ കുറച്ച് ആൾക്കാർ വേറെ പ്രസംഗം പറഞ്ഞ് അവരിലേക്ക് അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടപ്പോൾ പൗലോസ് പറയുക, മക്കളെ ഞാനാ നിങ്ങളുടെ പിതാവ്, നിങ്ങൾ ഇത്ര വേഗം അങ്ങോട്ട് ആകർഷിക്കപ്പെടണ്ട, ഞാൻ അധ്വാനിച്ചത്. അതല്ല ഇവിടെ. എങ്ങനെ അറിയാമെന്നറിയാം? ഇവരിലേക്ക്, ഈ കലക്കക്കാരിലേക്ക്, ഈ ദുർവ്യാഖ്യാനക്കാരിലേക്ക്, ഈ സ്വന്തം ലാഭക്കാരിലേക്ക് പോകുമ്പോൾ പൗലോസ് അവിടെ എന്തോ കണ്ടെന്നറിയാം. ഓ അതാണ് കാഴ്ചപ്പാട് കേട്ടോ, അതാണ് കാഴ്ചപ്പാട്. ഒരു ശുശ്രൂഷകന്റെ കാഴ്ചപ്പാടാണത്. പൗലോസ് അവിടെ കണ്ടത് എങ്ങോട്ടാണെന്നറിയോ? ഇതെങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഇതൊരു വ്യക്തിയിലേക്ക് പോകുന്നു, പക്ഷേ ഒരാളിൽ നിന്നും പോകുന്നു. ആരിൽ നിന്ന്? 5-ാം അധ്യായം 4-ാം വാക്യം ശ്രദ്ധിച്ചു. അതാണ് ഇവിടുത്തെ വിഷയം. നോക്കൂ, 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ എന്ന് പറഞ്ഞാൽ കലക്കക്കാരുടെ കൂടെ കൈകൊട്ടുന്ന നിങ്ങൾ. എന്താ നിങ്ങൾക്ക് സംഭവിക്കുന്നത്? ന്യായപ്രമാണം യേശുവിനെ വിട്ടിട്ട് യഹൂദ മതത്തിന്റെ സമ്പ്രദായത്തിലേക്ക് ക്രൂശിനെ വിടാൻ വേണ്ടി വിട്ടിട്ട് പോയപ്പോ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. എന്താ അപ്പൊ ഇഷ്യൂ പേഴ്സണൽ ഈഗോ ക്ലാഷ് ഒന്നുമല്ല. ക്രിസ്തുവിനോട് നിങ്ങൾ വേർപെട്ടു പോയി. എന്നിട്ട് അടുത്തത് നോക്ക്, ഇത് പലർക്കും ദഹിക്കാത്ത വാക്യമാ. അടുത്ത സെന്റൻസ്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ചിലർ പറയുന്നത് ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലെന്നാ. കൃപ അങ്ങ് പൊതിഞ്ഞോളും, വീണെടുത്തും അങ്ങ് പൊതിഞ്ഞോളും. ഇത് എവിടുന്ന് വന്നു? ഇതൊക്കെ എവിടുന്ന് വന്നു എന്ന് അവരവർ തന്നെ ചിന്തിക്കണം. ഇത് വാക്യമാ, തിരുവചനമാ. കൃപയിൽ നിന്ന് വീണുപോയി. കൃപയിൽ നിന്ന് വീണുപോയി എന്നുള്ള പദം മനസ്സിലാക്കേണ്ടത് 1-ാം അധ്യായം 6-മായി ബന്ധപ്പെടുത്തിയ. ഇവരെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? 1-6 ഇവരെ വിളിച്ചത് വായിക്കുന്നു, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ. ഇംഗ്ലീഷ് ബൈബിളിലൂടെ വായിക്കുന്നത് ഇവിടെ സഹായകരമാണ്. You are so quickly deserting the one who called you to live in the grace. ക്രിസ്തുവിന്റെ കൃപയാൽ വിളിച്ചവനെ വിട്ടെന്ന ഇംഗ്ലീഷിൽ ഉള്ള പദത്തിന്റെ തനി മലയാള പരിഭാഷ ചെയ്താൽ അത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ കൃപയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങൾ. ക്രിസ്തുവിന്റെ കൃപയാൽ വിളിച്ചെന്ന് മാത്രമല്ല, ആ കൃപയിൽ ജീവിക്കേണ്ട, ടു ലിവ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ന്യായപ്രമാണത്തിന്റെ ഫുഡ് ലോസോ, ഭക്ഷണക്രമം,
പരിച്ഛേദന, സാബത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന്, അതൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത് എന്നുള്ളത് പറയാം, സവിസ്തരമായി പറയാം, ക്ലാസ് അല്ലേ, അതിലേക്ക് വരാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, കൃപയിൽ ജീവിക്കേണ്ടവർ, യേശുവെ നോക്കി ജീവിക്കേണ്ടവർ ഇപ്പൊ ആ ക്രൂശ് വിട്ടു, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം വിട്ടു. അവർക്ക് പ്രഭാഷകർ ഇപ്പൊ വലുതായി തോന്നി. എങ്ങനെയുള്ള പ്രഭാഷകർ? കലക്കുന്ന പ്രഭാഷകർ. എങ്ങനെ കലക്കുന്നവർ? ദുർവ്യാഖ്യാന നിമിത്തം. അതിന്റെ എക്സാമ്പിൾ എന്താ? 2 കൊരിന്ത്യർ 8:9 വായിച്ച വാക്യമാണ്. അവൻ ദരിദ്രനായി നിങ്ങളെ സമ്പന്നനാക്കാൻ, ഇത് പറഞ്ഞ് കലക്കുക. അതും വാക്യമല്ലേ? അതും വാക്യമാണ്. പക്ഷെ ദിശ മാറിപ്പോയി, വ്യാഖ്യാനം തെറ്റി. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 5 പടകിനെ കുറിച്ച് ആവർത്തിക്കുന്നില്ല. അതും ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. നമ്മുടെ മുഖ്യ ഹൃദയഭാഗം, ഇന്നത്തെ ചിന്തയുടെ ഹൃദയഭാഗത്തേക്ക് വരികയാണ്. സമയം അതിശീഘ്രം കടന്നു പോവുകയാണ്. 15-20 മിനിറ്റൂടെ ഇന്ന് സംസാരിക്കാനുള്ളൂ. സംസാരിക്കാൻ ഈ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? അതല്ലേ ഇവിടുത്തെ വിഷയം. മറ്റൊരു സുവിശേഷത്തിലേക്ക് ഇവർ മറിഞ്ഞുപോയി. ഞാൻ സൂചനകൾക്ക് തന്നു, ഇതിനോടകം തന്നെ സൂചനകൾ തന്നു. മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ, എഴുതി വെക്കുന്നവരുണ്ടെങ്കിൽ എഴുതി വെക്കണം, മറ്റൊരു സുവിശേഷത്തിന്റെ ലക്ഷണം അവിടെ ആരാ വലുതെന്ന് ചോദിച്ചാൽ മെസ്സേജ് അല്ല വലുത്, മെസ്സഞ്ചർ വലുതായി തോന്നും. എഴുതി വെക്കണമേ, മെസ്സഞ്ചർ ഈസ് ഗോയിങ് ടു ബി എലിവേറ്റഡ്. ഇന്ന ആടെ പേരിലുള്ള മിനിസ്ട്രി, ഇന്റർനാഷണൽ മിനിസ്ട്രി XOR Y, ആളാ കളരുന്നത്, എരിവ് ആളിനോടാ തോന്നുന്നത്, കൂറ് മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനോടാ ഇപ്പൊ കൂറ്. പുള്ളി എന്ത് പറഞ്ഞാലും സ്വീകരിക്കും. ബെറോവയിലുള്ളവരെ പോലെ വചനം ശോധന ചെയ്യത്തില്ല. അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കത്തില്ല. മെസ്സഞ്ചർ ഈസ് എലിവേറ്റഡ് എബവ് മെസ്സേജ്. സത്യസുവിശേഷത്തിന്റെ ലക്ഷണം, മെസ്സഞ്ചർ ഈസ് സബ്മിസിവ് ടു ദ മെസ്സേജ്. ഹി ഈസ് എ സെർവന്റ് ഓഫ് ദ മെസ്സേജ്. കൊലോസ്യ ലേഖനം 1 ഭാഷയാണിത്. സുവിശേഷത്തിന്റെ ദാസൻ എന്നൊരു പദം. മറ്റൊരു സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം എന്താ? ഞാൻ പറഞ്ഞു വിട്ടു. ക്രൂശ് അവിടെ ഉപയോഗിക്കുന്നത്, ആ സന്ദേശത്തിൽ ക്രൂശ് കാണും. പക്ഷെ ക്രൂശിനെ കുറിച്ച് പറയുന്നത് എന്തിനും ചോദിച്ചാൽ സ്വന്തം ലാഭത്തിനാ ക്രൂശിനെ പറയുന്നത്. ക്രൂശ് ഒരു മാതൃകയാണ് നിന്റെ ജീവിതത്തിൽ എന്ന് പറയത്തില്ല. പക്ഷെ പൗലോസ് എന്താ പറയുന്നതെന്നറിയാമോ? ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. 6:14. ക്രൂശിനെ വിട്ട് ക്രൂശിന്റെ ആ ജീവിത ശൈലിയെ മാറ്റുന്നവരോട് പൗലോസ് പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനിൽ, അടുത്ത ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ആ ഭാഗം മാത്രമേ വായിക്കുന്നുള്ളെങ്കിൽ നമ്മൾ പിന്നെ ഓർക്കും, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിനെ എടുത്തതായിരിക്കും. അത് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. എനിക്കറിയാം, ഇന്ന് ഈ സൂമിൽ കേൾക്കുന്ന നിങ്ങളിൽ എല്ലാവർക്കും യാതൊരു ആശയക്കുഴപ്പമില്ല. എല്ലാവരും ക്രൂശിൽ യേശു രക്ഷയ്ക്കായി മാർഗം ഒരുക്കിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ക്രൂശ് രക്ഷയോട് ഉതകുന്നത് മാത്രമല്ല, രക്ഷയാണ് പ്രധാനം. ആ രക്തത്താൽ, നിർദോഷ രക്തത്താൽ എൻ്റെ പാപം കഴുകി കളഞ്ഞു. രക്ഷയോടുള്ള ബന്ധത്തിൽ ക്രൂശ് വിശ്വസിക്കുന്നു. പക്ഷേ അടുത്ത സെന്റൻസ് എന്താണെന്നറിയാം? രക്ഷയോടുള്ള ബന്ധത്തിൽ വിശ്വസിക്കുന്നവർ ആ 2-ാം ഭാഗം പ്രാഗൽഭ്യത്തോടെ വായിക്കാൻ കഴിയുമോ? 2-ാം ഭാഗം ഇങ്ങനെ, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ ഈ ക്രൂശിൽ യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങളോട് ഞാൻ ക്രൂശിക്കപ്പെട്ട് അതിൽ നിന്നൊരു വേർപെട്ടവനായി കാണപ്പെടുന്നു. അതാ അതിന്റെ അർത്ഥം. ഈ ലോക സമ്പ്രദായത്തോട് ഇനി പ്രതികരിക്കാൻ, അതിനെ ആഗ്രഹിക്കാൻ. പാട്ടുകാരൻ പറഞ്ഞത്, ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം. ആർക്കേ പാടാനൊക്കത്തുള്ളൂ? ക്രൂശിക്കപ്പെട്ടവന്, ക്രൂശിക്കപ്പെട്ട വിശ്വാസിക്ക് മുന്നിൽ എത്ര മിന്നിത്തിളങ്ങുന്നത് ലോകത്തിന്റെ കാണിച്ചാലും
വായിൽ വരുന്ന പാട്ടിതാ: ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം, മേലുള്ള റുശലേം നിത്യാഗ്രഹം, യാത്ര ചെയ്യും ഞാൻ. എന്താ അടുത്ത വാക്ക്? ക്രൂശെ നോക്കി. എന്തിന്? രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. രക്ഷയ്ക്ക് ക്രൂശ് ഏറ്റവും ആവശ്യം. ക്രൂശില്ലാതെ രക്ഷയില്ല. പക്ഷേ ക്രൂശെ നോക്കി യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ തത്വങ്ങൾ എന്നിൽ വരണം എന്നാ അതിന്റെ അർത്ഥം. ക്രൂശിൽ യേശു ക്ഷമിച്ചതുപോലെ, യേശു സ്നേഹിച്ചതുപോലെ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞാനും ഏൽപ്പിച്ചു കൊടുക്കണം എന്നാ അതിന്റെ അർത്ഥം. ക്രൂശിൽ യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമ്മൾ ഓരോരുത്തരും, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ അതുകൂടെ വായിക്കാതിരിക്കാൻ തരമില്ല ദൈവമക്കളെ. കാരണം ഞാൻ പിന്നെ ഓർപ്പിക്കുന്ന പോലെ ഇങ്ങനെയുള്ള ഈ വാക്യങ്ങൾ കാണുന്നത് അപൂർവമായിരിക്കും. എത്ര പേര് ആ വാക്യം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്ക്. കൈയൊന്നും പൊക്കണ്ട. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന വാക്യം 2 കൊരിന്ത്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് വായിക്കാൻ പോകുന്നത്. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്നുള്ള വാക്യം ഒരു 80% വിശ്വാസികളും അണ്ടർലൈൻ ചെയ്യാനാ സാധ്യത. 2 കൊരിന്ത്യർ 5:15 ക്രൂശിനെ ശരിക്ക് കണ്ട, രക്ഷയ്ക്കും ക്രിസ്തീയ ജീവിതത്തിനും വേണ്ടി കണ്ട ഒരാൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ വായിക്കുന്നു, എല്ലാവരും നോക്കി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന്. അടിവര ഇട്ടിട്ടില്ലെങ്കിൽ അടിവര ഇടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തത്വം എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്, ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഇങ്ങനെയാ പറയുന്നത് പൗലോസ്: എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. വിശ്വാസത്തിൽ വന്നത് സ്വന്തമായി സ്വന്തം കുടുംബത്തിന് വേണ്ടി കൂട്ടിവെച്ച് ഈ ലോകത്തിൽ ഞങ്ങൾ മാനിക്കപ്പെട്ടു എന്ന് പറയാനല്ല. അത് എവിടുന്ന് വന്നു അങ്ങനെയുള്ള സന്ദേശങ്ങൾ? എവിടുന്ന് വന്നെന്ന് ചോദിച്ചാൽ കലക്കത്തിന്റെ ഭാഗമാണത്. സ്വാർത്ഥതയെ കൂട്ടുവാൻ ഈ ക്രൂശിന്റെ ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് നിന്റെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിൽ ആരും കയറാത്ത വണ്ടിയിൽ കയറ്റാൻ പോകുന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതാണോ മാന്യത? 1-ാം നൂറ്റാണ്ടിൽ സഭയിൽ ഇതൊക്കെയായിരുന്നോ പ്രസംഗിച്ചതും പറഞ്ഞതും? ആരും കേറാത്ത വാഹനത്തിൽ പോകുന്നു, വീട്ടിൽ വരുന്നപ്പോ മതില് കണ്ട് ആൾക്കാർ നോക്കി നിൽക്കാൻ പോകുന്നു. ദൈവത്തിന്റെ മാന്യത ഇങ്ങനെയാ വരുന്നത്. ഇതൊക്കെ എന്താ ഈ പറയുന്നത്? നോക്കൂ 15, മരിച്ചുവെന്നും ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികൾ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തത്വം അവിടെ പറയുന്നത്. പൗലോസ് പറയുക, ക്രൂശിനെ കണ്ടവന് ഇനി തന്നിഷ്ടത്തിന്, സ്വന്തം ലാഭത്തിന്, സ്വാർത്ഥതയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ക്രൂശിനെ കാണേണ്ടതുപോലെ കണ്ട ആക്ക് ഈ ലോകത്തിൽ മാത്രം ചിന്താഗതികൾ ഒതുക്കി പതിച്ച് ജീവിക്കാൻ ഒക്കത്തില്ല. ക്രൂശിൽ കണ്ടതുപോലെ ഇനി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കത്തില്ല, ജീവൻ തന്നവന് വേണ്ടി ജീവിക്കും. മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? 1, മെസ്സഞ്ചർ ഈസ് അബവ് മെസ്സേജ്. 2, ഈ 6-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ ക്രൂശ് അവിടെ പറയുമോ എന്ന് ചോദിച്ചാൽ സ്വന്തം ലാഭത്തിന് വേണ്ടി ക്രൂശ് പറയും. ക്രൂശിൽ താങ്ക് യു ഫോർ ദ ക്രോസ് ലോർഡ്, താങ്ക് യു ഫോർ ദ പ്രൈസ് യു പെയ്ഡ്. ക്രൂശ് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി ആ വില കൊടുത്തതിന് നന്ദി. പക്ഷെ എന്തോ ഇല്ലെന്നറിയാമോ? ക്രൂശ് പോലെ നീ ക്രൂശ് എടുക്കണം അത് പറയത്തില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞെല്ലാം ക്രൂശ് എടുക്കണം, ക്രൂശ് എടുക്കണം. എന്റെ പുറകെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കണം. എന്റെ ഇഷ്ടങ്ങളോട്, എന്റെ അംബീഷനോട്. എല്ലാ മാതാപിതാക്കളോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തലമുറകളെ കാണുമ്പോൾ നിങ്ങൾ ക്രൂശ് എടുക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, അവരെക്കുറിച്ചൊരു വലിയ ആഗ്രഹമുണ്ട്. പപ്പായ്ക്കോ ഒന്നും കഴിഞ്ഞില്ല. പപ്പ ഒരുപാട് ശ്രമിച്ചു, പൂനെയിലും അവിടെ ഇവിടെയും ജോലി മാറി മാറി. പക്ഷെ മോൻ്റെ സമയം വരുമ്പോൾ നീ വെട്ടിപ്പിടിക്കണം. പപ്പായ്ക്ക് ജീവിക്കാൻ ഒക്കാത്തതെല്ലാം എൻ്റെ മോൻ ഈ ലോകത്തിൽ സമ്പാദിച്ചോണം.
ഇങ്ങനെ ആരെങ്കിലും മാതാപിതാക്കൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള സ്വപ്നം? അതിനകത്ത് ക്രൂശ് ഉണ്ടോ? ക്രൂശ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഈ ലോകത്തിൽ ആരാകുന്നു എന്നുള്ളതല്ല കാര്യം. എൻ്റെ പേര് കൂട്ടാൻ വേണ്ടിയല്ല, എനിക്കൊക്കാത്തത് പിടിക്കാനുള്ളൊരു മാർഗമല്ല എൻ്റെ മകൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സെക്കറിയ പുരോഹിതനോട് പറഞ്ഞപ്പോ എന്താണെന്നറിയാമോ പറഞ്ഞത്? ഇവൻ ദൈവം മുമ്പാകെ വലിയവനാകും. അത് കേട്ടപ്പോ സെക്കറിയാവ്, ഞാൻ എൻ്റെ ഭാവന കാണുക, ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോ, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ കാര്യം നിങ്ങളോട് ഈ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒന്ന്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പില്ലെങ്കിൽ ഒരിക്കലും ഒക്കത്തില്ല. ആ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ പിതാവായിരുന്നു. കൊച്ചുനാൾ മുതലേ ഞാൻ ഒരു കാര്യം മാത്രമേ കേട്ടിട്ടുള്ളൂ, ജോമോനെ, വചനം നീ പ്രസംഗിക്കുന്നത് കാണുന്നതാ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. നീ ലോകത്തിൽ ഒരു രാജ്യത്തും പോണ്ട, നീ പണക്കാരനാകണ്ട, വചനം ഞങ്ങളെ എങ്ങനെ നോക്കുമെന്നൊന്നും ഭാരപ്പെടണ്ട. ഒരുപാടുണ്ടായിട്ടല്ല, വചനം പ്രസംഗിക്കണം. മോനെ, ഇതിനെക്കാട്ടിൽ വലിയ ശുശ്രൂഷ വേറെ ഇല്ല. ഇത് പറഞ്ഞു തന്നു കൊച്ചിലെ മുതൽ. പക്ഷെ നിർബന്ധിച്ചില്ല. തിരുവചനം പഠിക്കുവാൻ വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ടപ്പോൾ പിതാവ് എന്നോട് പിന്നെയും ചോദിച്ചു. ഇന്നും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. എൻ്റെ സ്നേഹിതനോട് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു. നിർബന്ധിച്ചില്ല. പിന്നെയും ചോദിച്ചു, ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം യുവർ ഹാർട്ട് ദ ഡിസിഷൻ ടു സെർവ് ദ ലോർഡ്? കാരണം പപ്പ നാളെ കാണത്തില്ല. പപ്പായുടെ തള്ളൽ കൊണ്ട് ഇറങ്ങിയാൽ നടക്കത്തില്ല. ശുശ്രൂഷ പപ്പായ്ക്ക് തരാനൊക്കത്തില്ല. പപ്പായ്ക്ക് ഇത് വലുതായി കാണിക്കാൻ ഒക്കും. പക്ഷെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാം? സങ്കടകരത്തോടെ ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ ഇതുവരെ മായാത്തൊരു ചിത്രമുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന അയിരൂർ ഭവനത്തിൽ കുറെ വർഷങ്ങളായിപ്പോൾ, പക്ഷെ ഞാനത് ഇതുവരെ മറന്നിട്ടില്ല. തതുല്യമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇതെൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ ആ ഭവനത്തിലേക്ക് വെളിയിൽ എങ്ങോട്ട് പോയിട്ട് വന്ന് കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഫാദറിനോട് സംസാരിക്കുന്നു. അദ്ദേഹം വിങ്ങി പൊട്ടി കരയുക. ഞാനോർത്ത് എന്തേലും പേഴ്സണൽ കാര്യമായിരിക്കുമെന്ന് കണ്ട് ഞാൻ മുറിയിലേക്ക് പോയി. എൻ്റെ ഫാദറും ആ മകനും സംസാരിക്കുക. അദ്ദേഹം തിരിച്ചു പോയി, ആ മകൻ തിരിച്ച് വീട്ടിൽ നിന്ന് പോയി. എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാനിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചു, എന്തോ പറ്റി? അവൻ എന്തിനാ ഇത്രയും ഇതായി? എന്തെങ്കിലും പേഴ്സണൽ കാര്യമാണോ? എന്താ കാര്യം? പപ്പ മൗനമായിട്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാ എടാ, അവന് സുവിശേഷ വേലയ്ക്ക് പോകണം, പക്ഷെ പപ്പ സമ്മതിക്കത്തില്ല. നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ വന്നതാണ്. ആരാ പപ്പ എന്നറിയാമോ? സെൻട്രൽ പാസ്റ്ററുടെ മകനാണ് വന്നിരുന്ന് കരഞ്ഞത്. സുവിശേഷ വേലയ്ക്ക് പോകണം. ആരാന്നറിയാമോ തടസ്സം? പിതാവ്. പിതാവിൻ്റെ ചിന്ത അപ്പൊ എന്താ? പിതാവിൻ്റെ ചിന്ത ഇത്രയുമേ ഉള്ളൂ, എനിക്കോ അബദ്ധം പറ്റി, നിനക്കും ഈ അബദ്ധം പറ്റരുത്. ഈ ചിന്ത കൊണ്ടിരുന്നാൽ ആത്മീകരല്ല ആകുന്നത്, പണക്കാരാകും. ചിലപ്പം പണക്കാരാകും, പക്ഷെ ദൈവം മുമ്പാകെ വലിയവനാകുന്ന ആ ഒരവസ്ഥ ഉണ്ടാവില്ല. ഭൗതികം വിതച്ചാൽ ഭൗതികം കൊയ്യും. രാത്രിയിലും പകലിലും ചെവിക്കകത്തോട്ട് ഭൗതികം, ജഡീകം വിതച്ചാൽ, മെറ്റീരിയലിസം വിതച്ചാൽ, ആരോഗ്യമുണ്ടെങ്കിൽ വീട് പുതുക്കി പണിയാം, മെറ്റീരിയലിസം കൊയ്യും. ആത്മീകത വിതച്ചാൽ, കുടുംബ പ്രാർത്ഥനയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ ഉച്ചക്കിരിക്കുമ്പോ, മോനെ ഇന്ന് പ്രാർത്ഥിച്ചോ, ദൈവം നിന്നോട് ഇന്ന് സംസാരിച്ചോ, ദൈവവേല ചെയ്യണം കേട്ടോ, ജോലി ചെയ്താലും ദൈവവേല ചെയ്യണം മോനെ, അതിലേക്കാട്ടിൽ വലിയൊരു പണി ഈ ലോകത്തിലില്ല, പപ്പായെ നോക്ക്. ഇത് പറയാതിരുന്നാൽ, കുറച്ചുപേര് പറയുന്ന പോലെ ആരെങ്കിലും നല്ലൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ പറയും, എൻ്റെ മോനും അങ്ങനെ ആകാനാ എൻ്റെ ആഗ്രഹം. ഒരിക്കലും ആകത്തില്ല. എങ്ങനെ ആവും? അതാണോ പറഞ്ഞത്? അതാണോ സ്വപ്നമായി കൊടുത്തത്? അതാണോ ഊണുമേശയിലിരുന്ന് സംസാരിച്ചത്?
അതോ ഏത് വാഹനമാണ് അടുത്ത് നമുക്ക് വാങ്ങിക്കണ്ടേ? എടാ പപ്പായിക്ക് ഒക്കത്തില്ലടാ, നീ ഒരു ജോലി ആയിട്ട് വേണം നമുക്ക് ഇന്നോവ ക്രിസ്റ്റ വാങ്ങിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ വരും. പക്ഷേ ശക്തി, വചനം പ്രസംഗിക്കുവാനുള്ള പ്രാഗൽഭ്യം, ശക്തി, ദൈവകൃപ കാണില്ല. ഇവിടെ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രൂശിനെ എടുത്തു കളഞ്ഞിട്ട് സ്വന്തം ലാഭത്തിന്റെ ഒരു സുവിശേഷം. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ ഈ കലക്കത്തിന്റെ കാര്യം പറയാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വചനവും ഉപയോഗിച്ച ഇവര് കലക്കിയെന്ന്. നിങ്ങൾ ചിലപ്പം അതിശയിച്ച് കാണും, അയ്യോ വചനം കലക്കാനുള്ളതല്ലല്ലോ പാസ്റ്ററെ, വചനം ആത്മീക വർധനവിനുള്ളതല്ലേ. പിശാചിനെ പരീക്ഷിക്കുവാൻ യേശു ഉപയോഗിച്ചത് എന്തായിരുന്നു? മത്തായി സുവിശേഷം 4 എന്തായിരുന്നു? വചനം. എന്തോ തെരഞ്ഞെടുത്ത വചനം. ഞാൻ ഈ കൊറോണ വൈറസിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചിന്തിച്ചു, ഒരു ആർട്ടിക്കിളും എഴുതി ഫേസ്ബുക്കിൽ, എൻ്റെ പേജിൽ അത് കിടപ്പുണ്ട്. ഒരു 5-6 മാസം മുമ്പ് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എടുത്ത് വായിക്കാം. എന്താന്ന് ചോദിച്ചാൽ COVID-19 ആൻഡ് സാം 91 എന്നാണ് അതിന്റെ ടൈറ്റിൽ. സങ്കീർത്തനം 91 COVID-19. പിശാചിനെ പരീക്ഷിക്കുവാൻ, യേശുവിനെ പരീക്ഷിക്കുവാൻ പിശാച് ഉപയോഗിച്ചത് ഏത് അധ്യായമായിരുന്നെന്നറിയാമോ? സങ്കീർത്തനം 91. ഇന്നും ആൾക്കാരെ പരീക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നതിൽ അതിശയപ്പെടണ്ട. പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ് മറ്റൊരു സുവിശേഷം തിരഞ്ഞെടുത്ത വചനം വെച്ച് മോടി പിടിപ്പിച്ച് ബ്യൂട്ടിഫുൾ ആക്കി അങ്ങോട്ട് ഇറക്കി വിടുക. കേൾക്കുന്നവർക്ക് എന്തോ അറിയാം, പാസ്റ്റർ വചനമല്ലേ പറഞ്ഞത്, അതും വചനത്തിലുള്ളതല്ലേ. യേശു എന്താ തിരിച്ചു പറഞ്ഞതെന്നറിയാമോ പിശാചിനോട്? നല്ല ഈ പഴയ നിയമം അറിയാവുന്ന ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് കൃപയിലും വചനത്തിലും വളർന്നു വന്ന കർത്താവ് പറയുക, വചന പരിജ്ഞാനത്തോടെ ആർഗ്യൂ ചെയ്തതൊക്കെ ഓർക്കുന്നല്ലോ പണ്ഡിതന്മാരോടുകൂടി ഇരുന്ന്. യേശു പറയുക, അങ്ങനെ മാത്രമല്ല, അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിട്ടുണ്ട്. കലക്കം എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കലക്കം എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. പിന്നെ എന്തോ അറിയാം, രോഗം സൗഖ്യമാകും, അത്രയുമേ അറിയത്തുള്ളൂ. പക്ഷെ എന്തോ അറിയത്തില്ല, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് കൂടെ എഴുതിയിട്ടുണ്ട്, അതറിയത്തില്ല. യേശു ഒരാളുടെ ഉള്ളിൽ വന്നാൽ അത് ദൈവത്തിന്റെ മന്ദിരമായി തീരുന്നു. ഇനി രോഗത്തിന് ദൈവത്തിന്റെ മന്ദിരത്തിൽ ഇരിക്കാൻ ഒക്കത്തില്ല പറഞ്ഞു. പക്ഷേ അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ? ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് വന്നിട്ടില്ല എന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. ഒരു വാക്യം കൂടെ കാണിക്കാനേ ഇപ്പോൾ ഇനി സമയമുള്ളൂ, കാണിക്കുന്നുള്ളൂ. സുവിശേഷത്തിന്റെ ആ സത്യം എന്നുള്ളത് നമ്മുടെ കംഫർട്ടോ മാൻ സെന്റേഡോ ക്രൂശ് മാതൃകയില്ലാത്തൊരു സന്ദേശം ആയിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറയുന്നത്, സത്യസുവിശേഷം ജീസസ് സെന്റേഡാ. സത്യസുവിശേഷം മെസ്സഞ്ചർ അല്ല അവിടെ പൊങ്ങുന്നത്, ജീസസ്. സത്യസുവിശേഷത്തിൽ സഫറിംഗ് ഉണ്ട്, സത്യസുവിശേഷത്തിൽ യേശു ഉണ്ട്. സത്യസുവിശേഷം എന്ന് പറയുന്നത് ക്രൂശ് ഇല്ലാത്തതും. ഓടി വന്നാട്ടെ. വാസ്തവത്തിൽ ഇന്നത്തെ സുവിശേഷം പ്രസംഗമൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു താല്പര്യം ഇല്ലാത്തവരും മുമ്പിലോട്ട് പോകും. കാരണം അങ്ങനെ ഇത് പ്രസന്റ് ചെയ്യുന്ന അവസാനം നരകത്തിൽ പുഴുക്കളെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഭൂമിയിൽ എന്തോ ടെലസ്കോപ്പ് വെച്ചപ്പോ ഇങ്ങനെ പുഴു, അതാ നിന്റെ മെത്തയാകാൻ പോകുന്നത്, അങ്ങോട്ട് പോകണ്ട. രോഗമാണോ കടഭാരമാണോ എല്ലാവരും വന്നാട്ടെ. ഈ യേശുവിനെ ആര് വേണം? എല്ലാവരും മുമ്പിലോട്ട് വരും. കാരണം നല്ല സദ്വർത്തമാനം, എൻ്റെ രോഗം പോകുന്നു, എൻ്റെ സാമ്പത്തിക ഞെരുക്കം പോകുന്നു, എനിക്ക് നരകത്തിൽ പോകണ്ട, നല്ല കാര്യം പറയുന്നു. യേശു എവിടെങ്കിലും രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചായിരുന്നോ? ഒരു ഹോംവർക്ക് അങ്ങ് ചെയ്താൽ മതി. ഒരിടത്തെങ്കിലും, 2 ഇടത്ത് വേണ്ട, ഒരിടത്തെങ്കിലും ആരോടെങ്കിലും പ്രസംഗിച്ചായിരുന്നോ? ഞാൻ ഇന്ന് നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കാൻ പോകുക, പ്രസംഗിച്ചായിരുന്നോ? ഒരിടത്ത് പോലും ഇല്ല. പക്ഷെ രോഗികളെ സൗഖ്യമാക്കി. എന്തിന്? ഒരടയാളമാകാൻ.
ജീവനുള്ള ദൈവമാണെന്ന് കാണിക്കാൻ. പക്ഷെ ഇന്ന് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പ്രസംഗം. ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ രോഗി സൗഖ്യം ആകുന്നില്ല എന്നുള്ളതാ ഏറ്റവും വലിയ അത്ഭുതം. തിരിഞ്ഞത് കണ്ടോ? സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ രോഗം സൗഖ്യമാകുന്നു എന്നുള്ളതാ പ്രസംഗിക്കുന്നത്. യേശു ഇത് പ്രസംഗിച്ചില്ല. യേശു പ്രസംഗിച്ചത് ദൈവരാജ്യം. യേശു പ്രസംഗിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ക്രിസ്തു കേന്ദ്രീകൃതമായ സന്ദേശത്തിൽ ദൈവരാജ്യമാ പറയുന്നത്. മാനസാന്തരപ്പെടണം, ഈ ലോകത്തിൽ നിന്ന് ചിന്ത മാറണം, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇതാ പറഞ്ഞത്. സുവിശേഷം നല്ല അനുഭവങ്ങളും, ശരീരത്തിലെ രോഗമെല്ലാം പോകുന്നു, നല്ല നല്ല ഫീലിംഗാ, ഇനി മുതൽ അങ്ങോട്ട് ബെഡ് ഓഫ് റോസസ്. അതാണെങ്കിൽ ഒരു വാക്യമേ ഞാൻ കാണിക്കുന്നുള്ളൂ, പക്ഷെ അത് ശരിക്ക് ചിന്തിക്കാനുള്ളതുണ്ട്. 4-ാം അധ്യായം 13-14 ഒന്ന് നോക്കിക്കേ. സുവിശേഷം എന്നുള്ളത് ഈ ലോകത്തിൽ നല്ലതായി വരികയായിരുന്നെങ്കിൽ ഈ പൗലോസിന് എങ്ങനെ അത് പ്രസംഗിക്കാൻ ഒക്കും? ചാപ്റ്റർ 4 4-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ശ്രദ്ധിക്കൂ, എല്ലാവരും നോക്കൂ. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു. ആ വാക്യം ആരെങ്കിലും അടിവര ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന പോലുമില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ചിലർ ആ വാക്യം നല്ലതായിട്ട് പിന്നെ ഇരുന്ന് വായിക്കുന്നത് ഞാൻ കാണുന്നു. ശരിക്ക് വായിക്കണം. നാളെ നമുക്ക് തിരിച്ച് പിന്നെയും വന്ന് ചിന്തിക്കേണ്ടതാ, പക്ഷേ ശരിക്ക് വായിക്കണം. സുവിശേഷം രോഗസൗഖ്യവും ഈ ലോകത്തിലെ കുറെ നന്മകൾ കിട്ടുന്നതും മാൻ സെന്റേഡ് ആയിരുന്നെങ്കിൽ, ജോയെ നിനക്കിനിയൊന്നും തിന്മയായി വരത്തില്ല, നല്ലതാ. നീ നിന്റെ വണ്ടി മാറുന്നു, നിന്റെ വീട് മാറുന്നു, ശരീരത്തിൽ ഇനി രോഗമില്ല. പൗലോസിന് ഇത് പറയാനൊക്കുവോ? കാരണം എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ശരീരത്തിലെ ബലഹീനത നിമിത്തമാ ഒന്നാമത് സുവിശേഷം പ്രസംഗിച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ഒരിടത്തോട്ട് താമസിക്കാൻ ചെന്നപ്പം കാലാവസ്ഥ ശരിയാവുന്നില്ല, ഞാൻ മാറി വേറൊരു സ്ഥലത്തേക്ക് പോവുക, എനിക്കിവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? മാറി താമസിച്ചവരില്ലേ, പട്ടണങ്ങൾ പോലും വിട്ടവരില്ലേ, സൂട്ടാവുന്നില്ല. ബാംഗ്ലൂർ ക്ലൈമറ്റ് സൂട്ടാവുന്നില്ല. കാരണം അവിടെ ഈ ആസ്മ ഒക്കെ ഉണ്ടാകുന്നു. ഞാൻ കുറച്ചുകൂടെ മൈസൂർ ഭാഗത്തേക്കോ വേറൊരു ഭാഗത്തേക്ക് പോവുക. 4:13 ശരീരത്തിലെ ബലഹീനത നിമിത്തമാണ് ഞാൻ നിങ്ങളുടെ അടുക്ക വന്നേന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഒരു പക്ഷെങ്കിൽ കാലാവസ്ഥയിൽ മുമ്പത്തെ ഇടത്ത് പിടിച്ചു നിൽക്കാൻ വയ്യാതെ ബലഹീനനായി ഇവരുടെ അടുത്തോട്ട് വന്നതാ. സഭ സ്ഥാപിക്കാനോ ഒന്നും വന്നതല്ല, ബലഹീനത നിമിത്തം അങ്ങോട്ട് ചെന്നേന്ന്. 2, രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാട് അവിടെ ഉള്ളത്, വൈദ്യശാസ്ത്ര സഹായത്തിന് വേണ്ടിയായിരിക്കും ഈ പട്ടണത്തിൽ ചെന്നേന്ന്. ആരും സ്തോത്രവും പറയത്തില്ല. ഇതിനാരെങ്കിലും സ്തോത്രം പറഞ്ഞ് കൈയടിക്കുന്നത് പ്രതീക്ഷിക്കാൻ പോലും ഒക്കത്തില്ല. എന്നാൽ ഇപ്പൊ ഈ 4:13 അങ്ങോട്ട് മാറ്റിവെച്ച് ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. രോഗത്തിന് ഇനി ഇവിടെ സ്ഥാനമില്ല. 2 കാര്യം പറഞ്ഞാൽ അന്തരീക്ഷം മാറി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അന്തരീക്ഷം മാറി. അച്ഛൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു, പാസ്റ്റർ അങ്ങോട്ട് കയറി നിന്നു, അന്തരീക്ഷം മാറി. പലപ്പോഴും ഇതൊക്കെ വൈകാരിക തലത്തിൽ തോന്നുന്ന ഒരു ചലനമായി മാത്രം പരിമിതപ്പെട്ട് നിൽക്കുകയില്ലേ? നമ്മൾ കാണുന്നില്ല, ചില വാക്യങ്ങൾ കാണുന്നേയില്ല. അതിലൊന്നാ ഇത്. ഒരല്പം ഗ്രീക്ക് ഞാനും പഠിച്ചിട്ടുണ്ട്. ആ വാക്യത്തിന്റെ അർത്ഥം മറ്റൊന്നാണെങ്കിൽ ആരെങ്കിലും, നാളെ വരെ സമയമുണ്ട്, തീർച്ചയായിട്ടും ഒരു മെസ്സേജോ ഏതെങ്കിലും രീതിയിൽ അത് പറഞ്ഞു തരണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശരീരത്തിലെ ബലഹീനത സുഖമില്ലായിരുന്നെന്ന്. ആർക്ക്? ഈ വലിയ ശ്രേഷ്ഠനായ പൗലോസിന്. ഇന്നത്തെ ആൾക്കാർ വല്ലതും ആണെങ്കിൽ ശരിക്ക് പ്രാർത്ഥിച്ചോ, ഇതൊരു ശാപത്തിന്റെ ലക്ഷണമാ. പൗലോസ് എന്താ പറയുന്നേ? എൻ്റെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാൽ വൈദ്യശാസ്ത്ര സഹായത്തിന് വേണ്ടി ചെന്നാലും അവിടെയും സഭ സ്ഥാപിക്കുന്ന ഒരു അഭിഷേകം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? രോഗം സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും. യേശു രോഗികളെ സൗഖ്യമാക്കി. നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഇന്ന് രാത്രിയിലും ഇതിനകത്ത് രോഗികൾ ഇരിപ്പുണ്ടെങ്കിൽ കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമർപ്പിതനാണ്, തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും രോഗം സൗഖ്യമായി സാമ്പത്തിക മേന്മ വന്ന് ഞാൻ ഈ ലോകത്തിൽ വളരെ ഹാപ്പിയാ, ഇതല്ല സുവിശേഷം. ക്രിസ്തീയ ജീവിതത്തിൽ ബലഹീനതകൾ ഉണ്ടാകാം. സുവിശേഷം എന്ന് പറയുന്നത് യേശു കേന്ദ്രീകൃതമാ, ഞാൻ കേന്ദ്രീകൃതമല്ല. എനിക്കെപ്പോഴും സൗഖ്യം, എനിക്കെപ്പോഴും നന്മ, എനിക്കെപ്പോഴും മേന്മ, ഇതല്ല സുവിശേഷം. ദിസ് ഇസ് ഗോഡ് സെന്റേഡ്, ക്രൈസ്റ്റ് സെന്റേഡ്. യേശു രാജാവായി, ദൈവരാജ്യം വന്നിരിക്കുന്നു, അതാ സുവിശേഷം. ജോയുടെ രാജ്യമല്ല, ജോയുടെ കംഫർട്ട് അല്ല, ഗോഡ്സ് കിങ്ഡം, ഗോഡ്സ് അജണ്ട. ശരീരത്തിലെ ബലഹീനത നിമിത്തം. എന്താ ഈ ശരീരത്തിലെ ബലഹീനത? തലയ്ക്ക് വേദനയോ നടുവേദനയോ വല്ലതും ആണോ? ഗസ് ചെയ്യണ്ട, താഴോട്ടങ്ങ് വായിച്ചാൽ മതി, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, 15-ാമത്തെ വാക്യം. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ എന്തോ അവിടെ എഴുതിയിരിക്കുന്നേ, കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. കൺക്ലൂഡ് ചെയ്യാൻ ഒക്കത്തില്ലത് കണ്ണിന്റെ പ്രശ്നമായിരുന്നോ എന്ന്. പക്ഷേ അടുപ്പിച്ചടുപ്പിച്ചുള്ള വാക്യങ്ങളിൽ അത് വന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിൽ ന്യായമായി ഒരു നല്ല അർത്ഥം, കണക്ഷൻ അവിടെ ഉണ്ട്. എന്ത് പറഞ്ഞാൽ ശരീരത്തിലെ ബലഹീനത ഒരു പക്ഷെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അതുകൊണ്ടാ അവരുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുക്കാൻ അവർ തയ്യാറാകുന്നു. അത് ജസ്റ്റ് ഒരു ഭാഷാ പ്രയോഗമാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്, അതിനെക്കുറിച്ചൊന്നും തർക്കിക്കുന്നില്ല. പക്ഷേ ബലഹീനത ഉണ്ടായിരുന്നു, ബലഹീനത നിമിത്തമായിരുന്നു അവിടെ ചെന്നത്. സുവിശേഷം രോഗസൗഖ്യമായിരുന്നെങ്കിൽ ഈ പാസ്റ്റർക്ക് എങ്ങനെ പ്രസംഗിക്കാം ആ സുവിശേഷം? കേൾക്കുന്നവർ പറയത്തില്ലേ, പാസ്റ്റർ എന്തോ പറയുന്നത്? സുവിശേഷം രോഗസൗഖ്യം, പിന്നെന്താ പാസ്റ്റർ ബലഹീനൻ? അപ്പൊ സുവിശേഷം രോഗസൗഖ്യമല്ല, സുവിശേഷം ക്രൂശ, സുവിശേഷം യേശുവിങ്കലേക്ക് തിരിക്കുന്ന ശ്രേഷ്ഠകരമായ സന്ദേശമാണ്. ലോകത്തിൽ അന്ധതമസിൽ തപ്പിത്തടയുന്നവർക്ക്, നരക കവാടങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്നവരെ വലിയൊരു വെളിച്ചം കാണിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവരുന്ന, നിക്കോദിമോസിനോട് യേശു പറഞ്ഞ ഭാഷ പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലുമുള്ള ഒരു ജനനത്തിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് നിത്യതയുടെ അവകാശിയാക്കി മാറ്റുന്ന അത്ഭുതമാ സുവിശേഷം. അല്ലാതെ ഈ ലോകത്തിൽ മഹാരാജാവാക്കുന്നതല്ല. ഈ ലോകത്തിൽ യേശു ദരിദ്രനായി നിങ്ങൾ സമ്പന്നരാകാൻ, അതല്ല തത്വം. യേശു ദരിദ്രനായതുപോലെ ഞാനും സമർപ്പണത്തോടെ ജീവിക്കുക എന്നാ അതിൻ്റെ അർത്ഥം. കണ്ണുകളെ ദൈവസ്ഥലം അടയ്ക്കാം, നമ്മുടെ തലകളെ നമുക്ക് ദൈവസ്ഥലം അടക്കാം. ഈ വചനങ്ങൾ അറിവായി മാത്രമല്ല, ആഴത്തിൽ പരിവർത്തനം വരുത്തത്തക്കവണ്ണം അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിന് മറുതലിച്ച് നിൽക്കണം? നമ്മൾ എന്തിന് ഹൃദയത്തെ കാഠിന്യത്തോടെ ആ കാഠിന്യ അവസ്ഥയിലായിരിക്കണം? കല്ലുപോലുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെ ഉരുക്കുന്ന ദൈവസാന്നിധ്യം, കണ്ണാടി പോലെ ഉള്ള ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രിയിൽ, കർത്താവെ, ഞാൻ ചിന്തിച്ചു വെച്ചതുപോലെ അല്ലല്ലോ കാര്യം, സ്വാർത്ഥനായി ഞാൻ പോയല്ലോ, എന്നെ തന്നെ ഞാൻ സ്നേഹിച്ചല്ലോ, എൻ്റെ പുകഴ്ച മുഴുവൻ ഈ ലോകത്തിൽ എനിക്ക് കിട്ടിയതാണല്ലോ, ക്രൂശ് അല്ലല്ലോ എൻ്റെ പുകഴ്ച, ഞാൻ ഈ ലോകത്തോട് ക്രൂശിക്കപ്പെട്ട അനുഭവത്തിലല്ലല്ലോ ഇപ്പോൾ, ലോക സമ്പ്രദായങ്ങൾ എന്നെ ആകർഷിക്കുന്നു, ലോക പ്രൗഢി എന്നെ ആകർഷിച്ചു, ഞാൻ അതിൽ മുങ്ങിപ്പോയി, എന്നെ കരകയറ്റണമേ, ക്രിസ്തുവിന്റെ ഭാവം എന്നിൽ തരണമേ, ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത ആ യേശുവിന്റെ മാതൃക, ക്രിസ്തു സ്വഭാവം, മനോഭാവം എനിക്ക് നൽകണമേ. ആ മനോഹരമായ പാട്ടിന്റെ വരികൾ ഞാൻ ഓർത്തു പോവുകയാണ്. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ ആത്മാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ
അതാ ലക്ഷ്യം. സുവിശേഷത്തിലൂടെ നടക്കേണ്ട അതാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞ് ശോഭിപ്പാൻ. എൻ്റെ ആഡംബരമല്ല, എൻ്റെ സമ്പത്തല്ല, ക്രിസ്തൻ മഹത്വത്താലെ മുറ്റും നിറഞ്ഞ് ശോഭിപ്പാൻ. അതിൻ്റെ വരികളല്ലേ കഷ്ടതയിലും പാടുവാൻ. പൗലോസ് അതല്ലേ ബലഹീനത നിമിത്തം ചെന്ന് സുവിശേഷം പറയുക. അല്ല ബലഹീനതയിൽ തകർന്നു കിടക്കുകയല്ല, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ ആനന്ദിപ്പാൻ, ശക്തി അരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കെന്നെ. അതാണോ നിങ്ങളുടെ പ്രാർത്ഥന? അതാ പ്രാർത്ഥനയെങ്കിൽ ഒരു നിമിഷം കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കണം. അതാ പ്രാർത്ഥനയെങ്കിൽ എന്നെ ഭക്തിയിൽ പൂർണ്ണനാക്കണമേ. നോഹെ പോലെ ഭക്തി പൂണ്ട് സുവിശേഷത്തിന്റെ ശക്തിയാൽ സ്വാർത്ഥതയിൽ നിന്ന് വെളിവരുവാൻ, അനാത്മിക കാഴ്ചപ്പാടിൽ നിന്നൊരു വിടുതൽ, കലക്കം, ദുർവ്യാഖ്യാനങ്ങൾ, ഇഷ്ടപ്പെടുന്ന നല്ല സന്തോഷം വരുത്തുന്ന വാക്യങ്ങൾ മാത്രം. വാസ്തവത്തിൽ നമ്മുടെ സാക്ഷ്യങ്ങളും പലപ്പോഴും അങ്ങനല്ലേ? ഞായറാഴ്ച ദിവസത്തെ സാക്ഷ്യം പലരും സാക്ഷ്യം തുടങ്ങുന്നത് ഇങ്ങനെയാ, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം. നിങ്ങൾ പറയാൻ തയ്യാറാകുമോ? എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളാം. അടുത്ത പ്രാവശ്യം കൊറോണ വൈറസ് കഴിഞ്ഞിട്ട് ചർച്ചിൽ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് എന്നെ തിരുത്തിയ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളാം. അവിടെ മാനസാന്തരം നടന്നു. അതാ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന്റെ ലക്ഷണം. എന്നെ സന്തോഷിപ്പിച്ച വാക്യമല്ല, എന്നെ തിരുത്തിയ വാക്യം, എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ച വാക്യം. ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ വഴി നടത്തട്ടെ. ഞാൻ പിന്നെയും പറയാം, ദൈവം ഓർക്കസ്ട്രേറ്റ് ചെയ്താണിത്. അത് ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്നലെ മുതൽ ഓരോ പ്രാവശ്യം ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷകർക്ക് തന്നെ അത് തിരിച്ചറിയും. ഞാനത് പരിശുദ്ധാത്മാവിൽ വളരെ നന്നായി തിരിച്ചറിയുന്നു. ഇത് ദൈവത്താൽ ഓർഡൈൻ ചെയ്ത ഒരു കോൺഫറൻസ് ആണ്. തെറ്റുപറ്റാത്ത ദൈവത്തിന്റെ വചനം യാതൊരു മറയും വെക്കാതെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി, വചനത്തിന് ചെയ്യാൻ ഒക്കുന്നതെല്ലാം നിങ്ങളിൽ വചനം ചെയ്യും. അത് വലിയ അനുതാപമായി, മാനസാന്തരമായി, രൂപാന്തരമായി കാണപ്പെടും വരുന്ന ദിവസങ്ങളിൽ വചനത്തിന്റെ ശക്തിയാൽ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയിൽ നയിക്കും. ഗോഡ് ബ്ലെസ് യു.